Good afternoon, all. Good afternoon, ma'am. Good afternoon. Good afternoon. Good afternoon, ma'am. Good afternoon, Miss. നിങ്ങളെടുത്ത് നോക്കിയോ? നമ്മൾ ജസ്റ്റ് ഹോസ്പിറ്റൽ അക്കോർഡ് ഇൻഫെക്ഷൻസ് സ്റ്റാർട്ട് ചെയ്തു അല്ലെ? സോ ജസ്റ്റ് ഒന്ന് സ്റ്റാർട്ട് ചെയ്തു. ഫസ്റ്റത്തെ പാരഗ്രാഫില് ഇച്ചിരി എടുത്തു അല്ലെ? കുറച്ചെടുത്തു. മിസ് എടുത്ത ഭാഗം വായിച്ചു നോക്കിയോ? നിങ്ങൾ എടുത്ത ഭാഗം ക്ലിയർ ആണോ? ഓക്കെ, നമുക്ക് സ്റ്റാർട്ട് ചെയ്യാം അല്ലെ? ഇമ്പോർട്ടന്റ് പോയിന്റ്സ് ഹോസ്പിറ്റൽ അക്വയർഡ് ഇൻഫെക്ഷൻസിന്റെ അല്ലേ? മിസ് പറഞ്ഞില്ലേ എടുത്തപ്പോ തന്നെ ഹോസ്പിറ്റൽ അക്വയർഡ് ഇൻഫെക്ഷൻ ഈസ് ഓൾസോ നോൺ ആസ് നോസോകോമിയൽ ഇൻഫെക്ഷൻസ്. അത് ചോദിക്കാം. നമ്മൾ വേറെ പിന്നെ എന്താണ് ഹെൽത്ത് കെയർ അസോസിയേറ്റഡ് ഇൻഫെക്ഷൻസ് എന്നും പറയുന്നുണ്ട് അല്ലെ? പിന്നെ നമുക്ക് ഈ ഇൻഫെക്ഷൻസ് എവിടെ നിന്നൊക്കെയാണ് നമുക്ക് ലഭിക്കുന്നത്, നമ്മൾ ആർജിക്കുന്നത്? ഹോസ്പിറ്റൽസിൽ നിന്ന്, റീഹാബിലിറ്റേഷൻ സെന്റേഴ്സ്, നഴ്സിംഗ് ഹോംസ്, outpatient clinic, diagnostic laboratories, and or others hospital settings. ഇത്രയല്ലേ മിസ് പറഞ്ഞേ? Next, in certain cases, the microorganisms emerges from the patient own skin, becoming opportunistic after surgery. ചില കേസുകളിൽ, ചില സന്ദർഭങ്ങളില് എന്തുണ്ട്, മൈക്രോ ഓർഗാനിസംസ് നമ്മുടെ പേഷ്യൻസിന്റെ ഓൺ സ്കിന്നിൽ തന്നെ എമർജ് ചെയ്യുന്നുണ്ട്. എന്ന് വെച്ചാല് ഉയർന്നു വരുന്നുണ്ട് അല്ലെങ്കിൽ പ്രത്യക്ഷപ്പെടുന്നുണ്ട്. ബിക്കമിങ് എന്താണ്, ബിക്കമിങ് ഓപ്പർച്യൂണിസ്റ്റിക് ആഫ്റ്റർ സർജറി. ഒരു സർജറി ചെയ്തതിന് ശേഷം, സർജറി ഒക്കെ കഴിഞ്ഞതിന് ശേഷം അവരെന്ത് ചെയ്യുന്നുണ്ട്, നമ്മുടെ സ്കിന്നിൽ തന്നെയുള്ള മൈക്രോ ഓർഗാനിസംസ് അവസരവാദിയാകുന്നു അല്ലെ? ഓപ്പർച്യൂണിസ്റ്റിക് ആകുന്നു. നമുക്ക് സർജറി കഴിയുന്ന സിറ്റുവേഷനിൽ അല്ലെങ്കിൽ നമ്മൾ എന്തെങ്കിലും ആന്റിബയോട്ടിക്സ്, വലിയ രീതിയിലുള്ള ആന്റിബയോട്ടിക്സ് ഒക്കെ കഴിഞ്ഞ സിറ്റുവേഷനിൽ നമ്മൾ എന്താണ്, നമ്മുടെ ഇമ്മ്യൂണിറ്റി പവർ കുറയുന്നുണ്ട് അല്ലെ? ആണോ? ഇമ്മ്യൂണിറ്റി പവർ കുറയും. അപ്പൊ നമ്മുടെ ശരീരത്തിൽ തന്നെ എന്തുണ്ട്, മൈക്രോ ഓർഗാനിസംസ് ജീവിക്കുന്നുണ്ട് അല്ലെ? ഉണ്ടോ? നമ്മുടെ ശരീരത്തിൽ തന്നെയുണ്ട് മൈക്രോ ഓർഗാനിസംസ്. അപ്പൊ അവരെന്ത് ചെയ്യും, അവര് നമ്മുടെ ശരീരത്തിന്റെ ഇമ്മ്യൂണിറ്റി പവർ ഒക്കെ കുറഞ്ഞിരിക്കുന്ന സിറ്റുവേഷനിൽ അവരെന്ത് ചെയ്യും, അവര് കുറച്ചും കൂടി പവർ കിട്ടാണ് അല്ലേ? അപ്പൊ അവര് അവസരവാദിയായിട്ട്, ഓപ്പർച്യൂണിസ്റ്റിക് ആയിട്ട് അവരെന്ത് ചെയ്യുന്നുണ്ട്, ആ ഒരു പേഷ്യന്റിന്റെ ശരീരത്തില് ഇൻഫെക്ഷൻസ് ഉണ്ടാക്കുന്നു. അങ്ങനെയും നമുക്ക് എന്ത് വരാം, ഇൻഫെക്ഷൻസ് വരാം. ഓക്കെ ആണോ? നമ്മ പറയാറുണ്ട്, പനി വരുമ്പോ പറയാറുണ്ട് അല്ലെ, നമ്മുടെ ശരീരത്തില് എന്താണ് ഇൻഫെക്ഷൻസ് കയറിയിട്ട് അതിനെ പ്രതിരോധിക്കാനായിട്ട് ആന്റിബോഡീസ് ഉൽപ്പാദിപ്പിച്ചതാണ് അല്ലെ? കേട്ടിട്ടുണ്ടോ അങ്ങനെ? ആ സമയത്താണ് നമുക്ക് പനി വരുന്നത് അല്ലേ? അപ്പൊ അതെന്താണ്, നമ്മുടെ ശരീരത്തിൽ തന്നെയുള്ള മൈക്രോ ഓർഗാനിസംസ് നമുക്ക് വീക്ക് ആവുന്ന സിറ്റുവേഷനില് സർജറി കഴിഞ്ഞിട്ടോ അതല്ലെങ്കിൽ ഏതെങ്കിലും എന്താണ് മരുന്നുകളുടെ ഉപയോഗത്തിലോ അല്ലെങ്കിൽ നമുക്ക് എന്തെങ്കിലും ഹെൽത്ത് കണ്ടീഷൻസ് ഒക്കെ വരുന്ന സമയത്ത് നമ്മൾ വീക്ക് ആവുന്ന സിറ്റുവേഷനിൽ നമ്മുടെ ശരീരത്തിൽ തന്നെയുള്ള മൈക്രോ ഓർഗാനിസംസ് അവർക്ക് ഒരു അവസരം കിട്ടിയ പോലെ അല്ലെ, അവർ അവസരവാദികളായിട്ട് നമ്മുടെ ശരീരത്തിൽ ഇൻഫെക്ഷൻസ് ഉണ്ടാക്കുന്നു. ഓക്കെ ആണോ? നമ്മൾ അങ്ങനെയാണ് അല്ലെ, നമുക്കൊരു അവസരം കിട്ടാൻ കാത്തിക്കൂല്ലേ അല്ലേ? നമുക്കൊരു അവസരം കിട്ടാൻ കാത്തില്ലേ? നമുക്ക് എന്തെങ്കിലും കഴിവുകളൊക്കെ ഉണ്ടെങ്കിലും അതേപോലെ അവർക്ക് അവസരം കിട്ടിയ പോലെ അവരെന്ത് ചെയ്യുന്നുണ്ട്, അവസരവാദികളായിട്ട്
പേഷ്യന്റിന്റെ ശരീരത്തില് ഇൻഫെക്ഷൻസ് ഉണ്ടാക്കുന്നു. നെക്സ്റ്റ് പറയുന്നത് നോസോകോമിയൽ ഇൻഫെക്ഷൻ ഷോസ് എ ടെൻഡൻസി ടു ലാക്ക് പ്രൂഫ് that it was present when the patient got into the healthcare settings, thus meaning it was acquired post admission. ഇപ്പൊ നമ്മുടെ രോഗി ഹോസ്പിറ്റലിൽ വരുന്ന സമയത്ത് അവർക്ക് ഇൻഫെക്ഷൻസ് ഉണ്ടായിരുന്നോ എന്ന് നമുക്ക് തെളിയിക്കാൻ പറ്റോ, പ്രൂഫ് ചെയ്യാൻ പറ്റോ? അവര് ഹോസ്പിറ്റലിൽ വന്ന് അഡ്മിറ്റ് ആക്കിയതിന് ശേഷം അല്ലെങ്കിൽ ഹോസ്പിറ്റലിൽ വന്നതിന് ശേഷമായിരിക്കാം അല്ലെ അവർക്ക് ആ ഒരു സിംറ്റംസ് കാണിക്കുന്നത്, ആണോ? സിംറ്റംസ് കാണിക്കുന്നത്. അപ്പൊ നമുക്ക് എന്ത് പറയാം? ഹോസ്പിറ്റലിൽ അഡ്മിഷൻ ആക്കിയതിന് ശേഷം നമുക്ക് കിട്ടിയതാണെന്ന് പറയും അല്ലെ, ഹോസ്പിറ്റലിൽ നിന്ന് അക്വയർ ചെയ്തതാണെന്നല്ലേ നമ്മൾ പറയുള്ളൂ. അപ്പൊ ഒരു രോഗിയെ ഹോസ്പിറ്റലിൽ വരുന്ന സമയത്ത് അവർ ആ ഒരു ഹോസ്പിറ്റലിൽ ചെക്കപ്പിനോ അല്ലെങ്കിൽ അഡ്മിഷനൊക്കെ വരുന്ന സമയത്ത് അവർക്ക് ഇൻഫെക്ഷൻസ് ഉണ്ടായിരുന്നു എന്ന് നമുക്ക് തെളിയിക്കാൻ സാധിക്കുകയില്ല അല്ലെ, പറ്റില്ല. നമുക്ക് അഡ്മിറ്റ് ആക്കിയതിന് ശേഷമായിരിക്കും അവർക്ക് ആ ഇൻഫെക്ഷനുമായി ബന്ധപ്പെട്ടിട്ടുള്ള സിംറ്റംസ് അല്ലെ അല്ലെങ്കിൽ ബുദ്ധിമുട്ടുകൾ കാണിക്കുന്നത്. അപ്പൊ നമ്മൾ എന്ത് പറയുന്നു? നമുക്ക് ആ ഒരു ഹോസ്പിറ്റലിൽ നിന്ന് ലഭിച്ച ഇൻഫെക്ഷൻസ് ആണ് എന്ന് പറയുന്നു അല്ലെ, ആണോ? ക്ലിയർ ആയോ? നെക്സ്റ്റ് എടുക്കട്ടെ മിസ്. What are symptoms of nosocomial infections? നമ്മുടെ നോസോകോമിയൽ ഇൻഫെക്ഷൻസിന്റെ സിംറ്റംസ് എന്തൊക്കെയാണ് അല്ലെ, ലക്ഷണങ്ങൾ എന്തൊക്കെയാണ്? ഫസ്റ്റ് ഇതിൽ പറയുന്നത് ഫോർ HAI ഹോസ്പിറ്റൽ അക്വയർഡ് ഇൻഫെക്ഷൻ. HAI എന്ന് പറഞ്ഞാല് ഹോസ്പിറ്റൽ അക്വയർഡ് ഇൻഫെക്ഷൻ. In the infection must arise. ആ ഈ ഇൻഫെക്ഷൻസ് ഉയർത്തെഴുന്നേൽക്കുന്നത് അല്ലെ, അറൈസ് ചെയ്യുന്നത് എപ്പോഴാണ്? അപ് ടു 42 hours ആഫ്റ്റർ ഹോസ്പിറ്റൽ അഡ്മിഷൻ. നമുക്കൊരു ഹോസ്പിറ്റൽ അഡ്മിറ്റ് ആക്കി അതിന് 48 മണിക്കൂർ ആകുമ്പോഴേക്കുമാണ് ആ ഒരു സിംറ്റംസ് ആ ഒരു പേഷ്യന്റില് കാണിച്ചു തുടങ്ങുന്നത്. ആ ഒരു ഹോസ്പിറ്റലിൽ അഡ്മിറ്റ് ആക്കിയതിനു ശേഷം 48 മണിക്കൂർ വരെ. നെക്സ്റ്റ് പറയുന്നത് അപ് ടു 3 days ആഫ്റ്റർ ഡിസ്ചാർജ്. ഒരു ഹോസ്പിറ്റലിൽ നിന്ന് പേഷ്യന്റിനെ ഡിസ്ചാർജ് ചെയ്ത് 3 ദിവസം ആകുമ്പോഴേക്കും അവർക്ക് എന്ത് കാണിച്ചു തുടങ്ങും? ആ ഒരു ഹോസ്പിറ്റൽ അക്വയർഡ് ഇൻഫെക്ഷൻസിന്റെ സിംപ്റ്റംസ് കാണിച്ചു തുടങ്ങും. ഓക്കെ ആണോ? നെക്സ്റ്റ് പറയുന്നത് ഇഫ് ഇൻ എ ഹെൽത്ത് കെയർ ഫെസിലിറ്റി when someone was admitted for reason except for the infections, അല്ലെ, അണുബാധ ഒഴികെയുള്ള കാരണങ്ങളാല് ഒരു പേഷ്യന്റിനെ ഹെൽത്ത് കെയർ ഫെസിലിറ്റീസിൽ പ്രവേശിപ്പിച്ചതിന് ശേഷം അവർക്ക് എന്ത് കാണിക്കാം? ഹോസ്പിറ്റൽ അക്വയർഡ് ഇൻഫെക്ഷൻസിന്റെ സിംറ്റംസ് കാണിക്കാം. ഇപ്പൊ അവർക്ക് നമ്മുടെ ഹാർട്ടുമായി ബന്ധപ്പെട്ടിട്ടുള്ള എന്തെങ്കിലും പ്രോബ്ലം ആയിട്ട് ഹാർട്ട് അറ്റാക്കോ അല്ലെങ്കിൽ ബ്ലോക്ക് ഒക്കെ ആയിട്ട് അവരെ പ്രവേശിപ്പിച്ചതാണ്. പക്ഷെ അത് കൂടാതെ അവരെന്ത് കാണിക്കുന്നുണ്ട്? ഹോസ്പിറ്റൽ അക്വയർഡ് ഇൻഫെക്ഷൻസിന്റെ സിംറ്റംസ് കാണിക്കുക. ഓക്കെ ആണോ? എല്ലാവർക്കും ഓക്കെ ആണോ? നെക്സ്റ്റ് എടുക്കട്ടെ മിസ്. ഒന്നുകൂടെ പറയണം. ഈ ഇൻഫെക്ഷൻസ് നമ്മുടെ ശരീരത്തിൽ പ്രവേശിച്ചിട്ട് ആ ഒരു സിംറ്റംസ് കാണിക്കുന്നത്, ആ ഒരു ഇൻഫെക്ഷൻസ് റൈസ് ചെയ്യുന്നത് എപ്പോഴാണ്? ഫസ്റ്റ് പറയുന്നത് നമ്മുടെ ആ ഒരു ഹോസ്പിറ്റലിൽ അഡ്മിറ്റ് ആക്കി 48 മണിക്കൂർ അല്ലെ 2 ദിവസം ആകുമ്പോഴേക്കും എന്ത് ചെയ്യും? ആ ഒരു ഇൻഫെക്ഷൻസ് കാണിച്ചു തുടങ്ങും. ഓക്കെ ആണോ? രണ്ടാമത് പറയുന്നത് നമ്മളെ ആ ഒരു ഹോസ്പിറ്റലിൽ നിന്ന് ഡിസ്ചാർജ് ചെയ്ത് നമ്മൾ വീട്ടിലെത്തി ഒരു 3 ദിവസം ആകുമ്പോഴേക്കും 72 hours ആകുമ്പോഴേക്കും എന്ത് കാണിക്കും? ഈ ഒരു ഹോസ്പിറ്റൽ അക്വയർഡ് ഇൻഫെക്ഷൻസിന്റെ സിംറ്റംസ് നമ്മളിൽ ഉണ്ടാകുന്നു. ഓക്കെ. നെക്സ്റ്റ് പറയുന്നത് ഒരു പേഷ്യന്റിനെ അവർക്ക് എന്തെങ്കിലും ഈ ഒരു ഇൻഫെക്ഷൻസ് അല്ലാതെ എന്തെങ്കിലും ഒരു ഇഷ്യൂസ് കൊണ്ട് അവരെ ഹോസ്പിറ്റലിൽ താമസിപ്പിച്ച് അഡ്മിറ്റ് ആക്കി. ഇപ്പൊ ഹാർട്ട് അറ്റാക്ക് അല്ലെങ്കിൽ അങ്ങനെ എന്തെങ്കിലും ബുദ്ധിമുട്ടായിട്ട് അവരെ അഡ്മിറ്റ് ആക്കി. പക്ഷെ അഡ്മിറ്റ് ആക്കിയതിന് ശേഷം അവർക്ക് ആ ഒരു നോർമൽ ഇൽനെസ്, ആ ഒരു അസുഖമല്ലാതെ അവരെന്ത് കാണിക്കുക? നോസോകോമിയൽ ഇൻഫെക്ഷൻസിന്റെ സിംറ്റംസ് കാണിക്കുക. ഓക്കെ,
ക്ലിയർ ആയോ എല്ലാവർക്കും? നെക്സ്റ്റ് എടുക്കാലോ. The most common types of HAIs are എന്താണ് നമ്മ കോമൺ ആയിട്ട് കാണുന്ന അല്ലെ പൊതുവായി കാണുന്ന ഹോസ്പിറ്റൽ അക്വയർഡ് ഇൻഫെക്ഷൻസ് ആണ് നെക്സ്റ്റ് പറയുന്നത്. യൂറിനറി ട്രാക്ട് ഇൻഫെക്ഷൻസ് അല്ലെ. നമ്മുടെ ഹോസ്പിറ്റലിലെ ടോയ്ലറ്റ്സുകൾ ഒരാളോ രണ്ടാളാണോ യൂസ് ചെയ്യുന്നത്? അല്ല അല്ലേ, ഒരുപാട് ആളുകൾ യൂസ് ചെയ്യും. ഒരു മിനിറ്റ്. അല്ല അല്ലെ, ഒരുപാട് ആളുകൾ യൂസ് ചെയ്യുന്നതാണ് അല്ലെ. അപ്പൊ അതിലൊരാൾക്ക് ഇങ്ങനെയുള്ള ഇൻഫെക്ഷൻസ് ഉണ്ടെങ്കിൽ മറ്റൊരാളിലേക്ക് സ്പ്രെഡ് ചെയ്യില്ലേ? ശരിയായ രീതിയിൽ ക്ലീൻ ഒക്കെ ചെയ്തില്ലെങ്കിൽ ചെയ്യും അല്ലെ. അപ്പൊ അങ്ങനെയുള്ള യൂറിനറി ട്രാക്ട് ഇൻഫെക്ഷൻസ് അല്ലെ എന്താണ് നമ്മുടെ യൂറിനറി സിസ്റ്റത്തെ ബാധിക്കുന്നത് അല്ലെ. എന്താണ് നമ്മുടെ യൂറിനറി സിസ്റ്റം, കിഡ്നി, ബ്ലാഡർ, യുറേന്ദ്ര അല്ലെ. അപ്പൊ അതിനെയൊക്കെ ബാധിക്കുന്ന ഇൻഫെക്ഷൻ ആണ് യൂറിനറി ട്രാക്ട് ഇൻഫെക്ഷൻസ്, UTIs. ഓക്കെ ആണോ? നെക്സ്റ്റ് പറയുന്നത് സർജിക്കൽ സൈറ്റ് ഇൻഫെക്ഷൻസ്. സർജിക്കൽ സൈറ്റ് ഇൻഫെക്ഷൻസ് എന്ന് പറയുന്നത് നമുക്കൊരു ഹോസ്പിറ്റലിൽ നിന്ന് നമ്മുടെ ഏതെങ്കിലും ഒരു ബോഡി ഏതെങ്കിലും ഒരു ഭാഗത്ത് സർജറി കഴിഞ്ഞതിന് ശേഷം അവിടെ ഇൻഫെക്ഷൻസ് വരുന്നത് അല്ലെ. വെച്ചാൽ എന്താണ് ആ ഒരു ഭാഗത്ത് പഴുപ്പ് വരാ, അതല്ലെങ്കിൽ അവിടെ ചുമന്ന കളറിൽ വരാ, അല്ലെങ്കിൽ അവിടെ നിന്ന് വെള്ളം പോലെ അല്ലെ, അങ്ങനെയൊക്കെ വരുന്നതാണ് സർജിക്കൽ സൈറ്റ് ഇൻഫെക്ഷൻസ്. ഓക്കെ ആണോ? എന്തുകൊണ്ടാണ് അങ്ങനെയൊക്കെ വരുന്നത്? ശരിയായ രീതിയിലല്ല അല്ലെ ആ ഒരു സർജറി പ്രൊസീജിയർ നടത്തിയതെങ്കിലും വരാം അല്ലെ. ആ ഒരു സർജറിയുടെ സമയത്ത് നമ്മൾ ഉപയോഗിക്കുന്ന എക്യുപ്മെന്റുകള് എന്താണ് ഹൈജീൻ അല്ലെങ്കിൽ വരാലോ ഇൻഫെക്ഷൻസ് അല്ലെ. പ്രോപ്പർ ആയിട്ടുള്ള ഹൈജീൻ അല്ലാത്ത രീതിയിൽ നമ്മ ആ ഒരു സർജറി പ്രൊസീജിയർ നടത്തിയാൽ അല്ലെ. നെക്സ്റ്റ് പറയുന്നത് എന്താണ്? ഗ്യാസ്ട്രോ എൻട്രൈറ്റിസ്. കേട്ടിട്ടുണ്ടോ? ഗ്യാസ്ട്രോ എൻട്രൈറ്റിസ്. സ്റ്റൊമക് ഫ്ലൂ കേട്ടിട്ടുണ്ടോ? സ്റ്റൊമക് ഫ്ലൂ കേട്ടിട്ടുണ്ടോ? കേട്ടിട്ടുണ്ട് അല്ലെ. എന്താണ് നമ്മുടെ ആമാശയം സ്റ്റൊമക്കില് അല്ലെങ്കിൽ ഇൻറ്റസ്റ്റൈനിൽ വരുന്ന ഇൻഫെക്ഷൻസിനെയാണ് ഗ്യാസ്ട്രോ എൻട്രൈറ്റിസ് എന്ന് പറയുന്നത്. അപ്പൊ നമുക്ക് ഭക്ഷണം കഴിക്കാൻ പറ്റില്ല, നമുക്ക് വയറുവേദന അനുഭവപ്പെടും, വോമിറ്റിംഗ് വരും അല്ലേ. അപ്പൊ ആ ഒരു ഇൻഫെക്ഷൻസ്. നെക്സ്റ്റ് പറയുന്നത് മെനിഞ്ചൈറ്റിസ്. മെനിഞ്ചൈറ്റിസ് എന്ന് പറയുന്നത് നമ്മുടെ ബ്രെയിനിനെ സ്പൈനൽ കോഡിനെയും പ്രൊട്ടക്ട് ചെയ്യുന്ന ആവരണമാണ് മെനിഞ്ചസ്. ആ ഒരു മെനിഞ്ചസിന് ഉണ്ടാകുന്ന ഇൻഫെക്ഷൻ ആണ് മെനിഞ്ചൈറ്റിസ്. അപ്പൊ മെനിഞ്ചൈറ്റിസ് എന്ന് പറയുന്നത് കോമൺ ആയിട്ട് കാണുന്ന ഒരു ഹോസ്പിറ്റൽ അക്വയർഡ് ഇൻഫെക്ഷൻസ് ആണ്. നമുക്ക് ഹെഡേക്ക് വരും, അങ്ങനെയുള്ള പല ബുദ്ധിമുട്ടുകളും വരുന്നുണ്ട്. നെക്സ്റ്റ് പറയുന്നത് ന്യൂമോണിയ അല്ലെ. കേട്ടിട്ടില്ലേ ന്യൂമോണിയ? ന്യൂമോണിയ എവിടെയാണ് ബാധിക്കുന്നത്? നമ്മുടെ ലങ്സിനെയാണ് അല്ലെ ലങ്സിനെയാണല്ലേ ബാധിക്കുന്നത്. ഓക്കെ, അതൊരു എന്താണ് ബാക്ടീരിയൽ അല്ലെങ്കിൽ വൈറൽ അല്ലെങ്കിൽ ഫംഗൽ ഇൻഫെക്ഷൻ ആണ് അല്ലെ. നമുക്ക് കഫക്കെട്ട് കൂടുന്ന സമയത്ത് അല്ലെങ്കിൽ പനിയൊക്കെ കൂടിയിട്ട് എന്താണ് ന്യൂമോണിയ ആയി മാറാറുണ്ട് അല്ലെ. ന്യൂമോണിയ ഈ 5 നമ്മ മോസ്റ്റ് കോമൺ ആയിട്ട് കാണുന്ന ഹോസ്പിറ്റൽ അക്വയർഡ് ഇൻഫെക്ഷൻ. മെനിഞ്ചസ് പറയണം. ഓക്കെ, മെനിഞ്ചൈറ്റിസ് എന്ന് പറയുന്നത് നമ്മുടെ ബ്രെയിനിനെയും നമ്മുടെ സ്പൈനൽ കോഡിനെയും എന്തെങ്കിലും പ്രൊട്ടക്ട് ചെയ്തുകൊണ്ട് ഒരു ആവരണമുണ്ട്. ആ ഒരു ആവരണമാണ് മെനിഞ്ചസ് എന്ന് പറയുന്നത്. ആ ഒരു മെനിഞ്ചസിന് ഉണ്ടാകുന്ന ഇൻഫെക്ഷനെയാണ് മെനിഞ്ചൈറ്റിസ് എന്ന് പറയുന്നത്. അപ്പൊ നമുക്ക് തലവേദന, അസഹ്യമായിട്ടുള്ള തലവേദനയൊക്കെ അനുഭവപ്പെടുന്നു. ഓക്കെ, യൂറിനറി ട്രാക്ട് ഇൻഫെക്ഷൻസ് എന്ന് പറഞ്ഞു കഴിഞ്ഞാല് എന്താണ് നമുക്ക്
യൂറിനറി സിസ്റ്റത്തിന് വരുന്ന ഇൻഫെക്ഷൻസ്. യൂറിനറി സിസ്റ്റത്തിൽ എന്തൊക്കെ ഉൾപ്പെടുന്നുണ്ട്? കിഡ്നി ഉണ്ട്, ബ്ലാഡർ ഉണ്ട്, യുറേന്ദ്രയൊക്കെ വരുന്നുണ്ട് അല്ലെ. അപ്പൊ ആ ഇതിൽ ഏതെങ്കിലും ഒന്നിന് ഇൻഫെക്ഷൻസ് ബാധയേറ്റിട്ട് വരുന്നതാണ് യൂറിനറി ട്രാക്ട് ഇൻഫെക്ഷൻസ്. നമുക്ക് ചില സമയത്ത് നമ്മൾ പറയാറുണ്ട് അല്ലെ, എന്താണ് യൂറിൻ പാസ് ചെയ്യുമ്പോൾ അസഹ്യമായിട്ടുള്ള വേദനയും പുകച്ചിലൊക്കെ അനുഭവപ്പെടുന്നു എന്ന് അല്ലേ. അതെന്തിന്റെ സിംറ്റംസ് ആണ്? ഈ യൂറിനറി ട്രാക്ട് ഇൻഫെക്ഷൻസിന് എക്സാമ്പിൾ ആണ്. ഗ്യാസ്ട്രോ എൻട്രൈറ്റിസ് എന്ന് പറയുന്നത് നമ്മുടെ സ്റ്റൊമക്ക്, ആമാശയത്തിനെയും എന്താണ് നമ്മുടെ ഇൻഡസ്ട്രൈൽ അല്ലെ കുടലിനെയും ബാധിക്കുന്ന ഇൻഫെക്ഷൻ ആണ് ഗ്യാസ്ട്രോ എൻട്രൈറ്റിസ്. അപ്പൊ ഇത് മൂലം നമുക്ക് എന്താണ് വൊമിറ്റ് ചെയ്യാൻ തോന്നുക, അല്ലെങ്കിൽ എന്താണ് വൊമിറ്റിംഗ് ഉണ്ടാവുക, അല്ലെങ്കിൽ ഡയറിയ അല്ലെ ലൂസ് മോഷൻ ഉണ്ടാവുക, അല്ലെങ്കിൽ അസഹ്യമായിട്ടുള്ള സ്റ്റൊമക് പെയിൻ ഉണ്ടാവുക, ഇതൊക്കെ ഇതിന്റെ സിംറ്റംസ് ആണ്. ഓക്കെ ആണോ? നിങ്ങൾക്ക് കോമൺ ആയിട്ട് കാണുന്ന HAIs മാത്രം ചോദിക്കുള്ളൂ കേട്ടോ. ഇതിന്റെ സിംറ്റംസ് അതൊന്നും ചോദിക്കില്ല, കൂടുതലായിട്ട് ചോദിക്കില്ല കേട്ടോ. ചിലപ്പോ മെനിഞ്ചൈറ്റിസിന്റെ മാത്രം ചോദിക്കാം കേട്ടോ. മെനിഞ്ചൈറ്റിസ് ചോദിക്കാം, അത് മാത്രമേ ഒന്ന് ചോദിച്ച് കാണാൻ സാധ്യതയുള്ള ക്വസ്റ്റ്യൻ. ക്ലിയർ ആണോ? ഓക്കെ അല്ലേ? നെക്സ്റ്റ് എടുക്കട്ടെ മിസ്. The symptoms for these infections may consist of. ഈ ഒരു ഇൻഫെക്ഷൻസിന്റെ ലക്ഷണങ്ങൾ അല്ലെ സിംറ്റംസിൽ പെടുന്നത് എന്തൊക്കെയാണ്? ഡിസ്ചാർജ് ഫ്രം എ വൂണ്ട് അല്ലെ. എന്താണ് നമുക്ക് സർജിക്കൽ സൈറ്റ് ഇൻഫെക്ഷൻസിൽ അങ്ങനെ വരില്ലേ, ആ ഒരു സർജറി ചെയ്ത ഭാഗത്ത് ഇൻഫെക്ഷൻസ് വരുന്നതല്ലേ. അപ്പൊ അവിടെ നിന്ന് പഴുപ്പും ചിലൊക്കെ വരില്ലേ, അതാണ് ഡിസ്ചാർജ് ഫ്രം എ വൂണ്ട്. ആ ഒരു മുറിവുള്ള ആ ഒരു ഭാഗത്ത് നിന്ന് ഡിസ്ചാർജ് വരിക. ഓക്കെ ആണോ? നെക്സ്റ്റ് ഫീവർ അല്ലേ. എന്താണ് നമുക്ക് ന്യൂമോണിയ ഒക്കെ വരുമ്പോൾ നമുക്ക്, അല്ലെങ്കിൽ ഈ മെനിഞ്ചൈറ്റിസ് ഒക്കെ വരുമ്പോൾ ഫീവർ സിംറ്റംസ് ആയിട്ട് കാണിക്കുന്നുണ്ട്. നെക്സ്റ്റ് കഫ്, ഫീലിംഗ് ഓഫ് സഫോക്കേഷൻ എന്ന് വെച്ചാല് നമുക്ക് ചുമ വരിക, അതല്ലെങ്കിൽ നമുക്ക് സഫോക്കേഷൻ എന്താണ് ശ്വാസം മുട്ടുന്നതായിട്ട് ഫീൽ ചെയ്യുക. സഫോക്കേഷൻ എന്ന് പറഞ്ഞാല് ശ്വാസം മുട്ടല് ഫീൽ ചെയ്യുക. നെക്സ്റ്റ് പറയുന്നത് ബേണിംഗ് വിത്ത് യൂറിനേഷൻ ഓർ ഡിഫിക്കൽറ്റി ഇൻ യൂറിനേഷൻ. എന്താണ് നമ്മ യൂറിനേഷൻ യൂറിൻ പാസ് ചെയ്യുന്ന സമയത്ത് നമുക്ക് അവിടെ പൊള്ളുന്നതായിട്ട് തോന്നുക, അല്ലെങ്കിൽ യൂറിൻ പാസ് ചെയ്യുമ്പോൾ നമുക്ക് എന്തെങ്കിലും ബുദ്ധിമുട്ടുകൾ തോന്നുക. ചിലർക്ക് അസഹ്യമായിട്ടുള്ള വയറുവേദനയൊക്കെ ഫീൽ ചെയ്യാറുണ്ട് അല്ലെ. നെക്സ്റ്റ് പറയുന്നത് ഹെഡ് ഏക്ക്, തലവേദന വരാം. മെനിഞ്ചൈറ്റിസ് ഒക്കെ വരുമ്പോൾ തലവേദന വരാം. നെക്സ്റ്റ് നോസിയ, വോമിറ്റിംഗ്, ഡയേറിയ അല്ലെ. എന്താണ് നമുക്ക് നോസിയ എന്ന് പറഞ്ഞാൽ ഒക്കാനം അല്ലെ, നമുക്ക് ഛർദ്ദിക്കാൻ പറ്റുന്നത് പോലെ പിന്നെ ഒക്കാനിക്കാൻ വരിക. നെക്സ്റ്റ് വോമിറ്റിംഗ്, ഛർദി, ഡയേറിയ, ലൂസ് മോഷൻ, ലൂസ് മോഷൻ വരാം. ഓക്കെ, ക്ലിയർ ആണോ അത്? നെക്സ്റ്റ് എടുക്കട്ടെ മിസ്. എടുക്കാലോ, ക്ലിയർ അല്ലേ? നെക്സ്റ്റ് പ്യൂപ്പിൾ ഒന്നുകൂടി പറയണോ? സിംറ്റംസ് ആണ് നമ്മുടെ ഈ ഒരു നോസോഫോമിയൽ ഇൻഫെക്ഷൻസിന്റെ സിംറ്റംസ്, ലക്ഷണങ്ങള്. എന്താണ് സർജിക്കൽ സൈറ്റ് ഇൻഫെക്ഷൻസ് എന്ന് പറഞ്ഞത്? എന്താണ് സർജറി ചെയ്ത ആ ഒരു ഭാഗത്ത് ഇൻഫെക്ഷൻസ് വരാം അല്ലെ, പഴുപ്പ് വരാം. അപ്പൊ നമ്മുടെ ഏതെങ്കിലും ഒരു ഭാഗത്ത് പൊട്ടിയിട്ട് പഴുപ്പുണ്ടെങ്കിൽ അവിടെ നിന്ന് ഡിസ്ചാർജ് വരാറില്ലേ? ചെലോ അല്ലേ, വെള്ളമൊക്കെ പോലെ വരില്ലേ? അപ്പൊ അതാണ് ആ ഒരു വൂണ്ട്, മുറിവുണ്ടായ ആ ഭാഗത്ത് നിന്ന് ഡിസ്ചാർജ് വരിക. രണ്ടാമത് എന്താണ് ഫീവർ അല്ലെ, പനി. ഇൻഫെക്ഷൻസ് ഒക്കെ വരുമ്പോൾ നമുക്ക് പനി ഫീൽ ചെയ്യാറില്ലേ, പനി വരാറില്ലേ? അപ്പൊ അതൊരു സിംറ്റംസ് ആണ് അല്ലെ, പനി. പിന്നെ എന്താണ് കഫ്, ചുമ. എന്താണ് നമുക്ക് ന്യൂമോണിയ ഒക്കെ വരുമ്പോൾ കഫൊക്കെ വരാറുണ്ടോ? കണ്ടിട്ടില്ലേ? ന്യൂമോണിയ വന്ന ആരെങ്കിലും കണ്ടിട്ടുണ്ടോ? കുട്ടികൾക്കൊക്കെ കഫക്കെട്ട് കൂടുന്ന സമയത്ത് വരാറുണ്ട് അല്ലെ. അപ്പൊ അവർക്ക് ചുമ ഉണ്ടാകുന്നുണ്ട്. പിന്നെ അവർക്ക് എന്താണ് ശ്വാസം എടുക്കാൻ ബുദ്ധിമുട്ട്, ലങ്സിനെയാണ് അല്ലെ ബാധിക്കുന്നത്. അപ്പൊ ശ്വാസം എടുക്കാൻ ബുദ്ധിമുട്ട് ഫീൽ ചെയ്യാറുണ്ട് അല്ലെ. നെക്സ്റ്റ് എന്താണ് ബേണിംഗ് വിത്ത് യൂറിനേഷൻ ഓർ ഡിഫിക്കൽറ്റി ഇൻ യൂറിനേഷൻ. എന്താണ് യൂറിനറി ട്രാക്ട് ഇൻഫെക്ഷൻ വന്നു കഴിഞ്ഞാൽ എങ്ങനെയാണ് അല്ലെ, യൂറിൻ പാസ് ചെയ്യുമ്പോൾ
നമുക്ക് പൊള്ളൽ ഫീൽ ചെയ്യും, അതല്ലെങ്കിൽ എന്താണ് നമുക്ക് യൂറിനേഷന്റെ സമയത്ത് നമുക്ക് എന്തെങ്കിലും ബുദ്ധിമുട്ടുകൾ, വയറുവേദന, അല്ലെങ്കിൽ യൂറിൻ പോകാതായിട്ട് തോന്നുക, അങ്ങനെ പല ബുദ്ധിമുട്ടുകളും ഫീൽ ചെയ്യുന്നു. നെക്സ്റ്റ് ഹെഡ് ഏക്ക്, മെനിഞ്ചൈറ്റിസ് ഒക്കെ വന്നു കഴിഞ്ഞാൽ നമുക്ക് ബ്രെയിനിനെയാണല്ലേ ബാധിക്കുന്നത്, സ്പൈനൽ കോഡിനെയും നമ്മുടെ ബ്രെയിനിനെയും കവർ ചെയ്തിരിക്കുന്ന ആ ഒരു ലെയറിനെ അല്ലേ. അപ്പൊ നമുക്ക് ഹെഡ് ഏക്ക് ഫീൽ ചെയ്യുന്നുണ്ട്. നെക്സ്റ്റ് നോസിയ അല്ലെ, എന്താണ് ഗ്യാസ്ട്രോഎൻട്രൈറ്റിസ് ഒക്കെ വരുന്ന സമയത്ത് നമുക്ക് കാണിക്കുന്ന സിംറ്റംസ് ആണ് കേട്ടോ. നമുക്ക് ഒക്കാനം, ഛർദ്ദിക്കാൻ വരുന്നതായിട്ട് തോന്നുക, വൊമിറ്റിങ്, ഛർദി വരിക, അല്ലെങ്കിൽ ലൂസ് മോഷൻ. ഓക്കെ, ക്ലിയർ ആയോ? നെക്സ്റ്റ് എടുക്കട്ടെ മിസ്. Next, people who experience new symptoms in the course. Next പറയുന്നത് അവിടെ ഒരു കോമിറ്റെ. Next, they say may also experience pain and irritation at the infection site, and many will experience noticeable symptoms. ഇത് നമുക്കൊരു പേഷ്യന്റിന് ഇൻഫെക്ഷൻസ് വന്നിട്ടുണ്ടോ എന്ന് നമ്മൾ എപ്പോഴൊക്കെയാണ് തിരിച്ചറിയുന്നത്, അവർ ഐഡന്റിഫൈ ചെയ്യുന്നത്? ഇൻ ദ കോഴ്സ് they say may also ന്യൂ സിംറ്റംസ് ഇൻ ദ കോഴ്സ് അല്ലെ. അവര് വന്നിരിക്കുന്ന ആ ഒരു അസുഖമല്ലാതെ, ആ ഒരു ഇൽനെസ് അല്ലാതെ അവർക്ക് എന്തെങ്കിലും പുതിയ സിംറ്റംസ് കാണിക്കുക അല്ലെ. ഇപ്പൊ മിസ് പറഞ്ഞു ഹാർട്ടിന് എന്തെങ്കിലും കംപ്ലൈന്റ് ആയിട്ടാണ് വന്നത്, പക്ഷെ അവർക്ക് ഈ യൂറിനറി ട്രാക്ട് ഇൻഫെക്ഷൻസിന്റെ സിംറ്റംസോ അല്ലെങ്കിൽ മെനിഞ്ചൈറ്റിസിന്റെ സിംറ്റംസോ അങ്ങനെ എന്തെങ്കിലും പുതിയ സിംറ്റംസ് അവരിൽ ഉണ്ടാകുക. ഓക്കെ, നെക്സ്റ്റ് പറയുന്നത് എന്താണ്? They say may also experience pain and irritation at the infection site. ആ ഒരു ഇൻഫെക്ഷൻസ് സംഭവിച്ച ആ ഒരു സൈറ്റിൽ അല്ലെ, അതെന്താണ് സർജറി അല്ലെ, സർജിക്കൽ സൈറ്റ് ഇൻഫെക്ഷൻ ആണ് അല്ലെ. ആ ഒരു സർജറി ചെയ്ത സൈറ്റ്, ആ ഒരു ഭാഗത്ത് അവർക്ക് വേദനയും അവർക്ക് എന്തെങ്കിലും ഇറിറ്റേഷൻസ് അല്ലെ, നമ്മുടെ കാലിന്മേഴോ അല്ലെങ്കിൽ കയ്യുമ്മയൊക്കെ ഒരു പഴുപ്പ്, ഒരു മുറിവുണ്ടായിട്ട് പഴുപ്പ് വന്നിട്ടുണ്ടെങ്കിൽ നമുക്ക് എന്തെങ്കിലും ഇറിറ്റേഷൻസ് ഫീൽ ചെയ്യാറുണ്ടോ? ഫീൽ ചെയ്യാറുണ്ട് അവിടെ നിങ്ങൾ ഡിസ്ചാർജ് ഒക്കെ വരുന്ന സമയത്ത് അല്ലേ. അപ്പൊ അങ്ങനെ എന്തെങ്കിലും ഇറിറ്റേഷൻസോ അല്ലെങ്കിൽ പെയിനോ അവർക്ക് ഫീൽ ചെയ്യാറില്ല. ബണ്ട പഴുപ്പൊക്കെ വന്ന സമയത്ത് ഡിസ്ചാർജ് ഒക്കെ വരുമ്പോ ഇറിറ്റേഷൻ ഒന്നും ഫീൽ ചെയ്യാറില്ല, ഉണ്ട് അല്ലേ. അപ്പൊ അങ്ങനെ എന്തെങ്കിലും ഫീൽ ചെയ്യുന്നത്. നെക്സ്റ്റ് പറയുന്നത് many will experience noticeable symptoms. ചില പേഷ്യൻസിൽ നമുക്ക് ശ്രദ്ധേയമായിട്ടുള്ള അല്ലെങ്കിൽ അവർക്ക് എടുത്തു പറയത്തക്ക രീതിയിൽ എന്തെങ്കിലും നോട്ടീസബിൾ സിംറ്റംസ് അവർ കാണിക്കുക. ഓക്കെ, പ്രകടമായിട്ടുള്ള, നോട്ടീസബിൾ എന്ന് പറഞ്ഞാല് പ്രകടമായിട്ടുള്ള ലക്ഷണങ്ങൾ ചില പേഷ്യൻസിൽ എക്സ്പീരിയൻസ് ചെയ്യാം. ഓക്കെ, ക്ലിയർ ആണോ? നെക്സ്റ്റ് എടുക്കട്ടെ. നെക്സ്റ്റ് പറയുന്നത് സോഴ്സസ് ഓഫ് ഇൻഫെക്ഷൻ ഇൻ ദ ഹോസ്പിറ്റൽ. നമുക്ക് ഹോസ്പിറ്റലിൽ നിന്ന് ഇൻഫെക്ഷൻസ് വരാൻ സാധ്യതയുള്ള നമ്മളിലേക്ക് അല്ലെ, പേഷ്യൻസിലേക്ക് അല്ലെങ്കിൽ അവരെ കൂടെ പോകുന്ന ആളുകളിലേക്ക് ഇൻഫെക്ഷൻസ് സ്പ്രെഡ് ചെയ്യാൻ സാധ്യതയുള്ള ഉറവിടങ്ങൾ അല്ലെ, സോഴ്സസ് എന്തൊക്കെയാണ്? നിങ്ങൾക്ക് എന്തൊക്കെയാ തോന്നുന്നേ? അങ്ങനെ ഇൻഫെക്ഷൻസ് സ്പ്രെഡ് ചെയ്യാൻ സാധ്യതയുള്ള സോഴ്സസ് ഏതൊക്കെയാണ് ഹോസ്പിറ്റലില്? ഒന്നുമില്ല. വിസിറ്റേഴ്സിൽ നിന്ന് അല്ലേ? വിസിറ്റേഴ്സിൽ നിന്ന് നമുക്ക് ഇൻഫെക്ഷൻസ്, സലൈവ, ബോഡി ഫ്ലൂയിഡ്സ് അല്ലേ, വാട്ടറിൽ നിന്ന്, എയറിൽ കൂടി അല്ലേ, അതർ പേഷ്യൻസിൽ നിന്ന്, എയറിൽ കൂടി, ഫുഡിൽ നിന്ന് അല്ലെ, കണ്ടാമിനേറ്റഡ് ആയിട്ടുള്ള വാട്ടർ ഫുഡിൽ കൂടി, ടച്ചിങ്ങിലൂടെ അല്ലെ. അപ്പൊ എന്താണ്, നമ്മുടെ ഹോസ്പിറ്റലിൽ വർക്ക് ചെയ്യുന്ന സ്റ്റാഫുകളുടെ ടച്ചിങ്ങിലാകാം, അല്ലെങ്കിൽ നമ്മുടെ അടുത്ത് വരുന്ന വിസിറ്റേഴ്സിൽ നിന്നാവാം, അല്ലെങ്കിൽ നമ്മുടെ കൂടെയുള്ള അല്ലെ അതർ
പേഷ്യൻസിൽ നിന്നാവാം അല്ലെ, നമ്മുടെ ഒപ്പം റൂം ഷെയർ ചെയ്യുന്ന മറ്റ് പേഷ്യൻസിൽ നിന്നാവാം. ഓക്കെ, ടൂൾസ്, എക്യുപ്മെന്റ്സുകൾ, ഡിവൈസുകളിൽ നിന്ന് പകരാം അല്ലെ. ഇൻഫെക്ഷൻസ് ബാധ ഏറ്റിട്ടുള്ള ഒരാളിൽ ഉപയോഗിച്ച എക്യുപ്മെന്റുകളും ഡിവൈസുകളും നമ്മളിൽ ഉപയോഗിക്കുമ്പോൾ ഇൻഫെക്ഷൻസ് വരാലോ. സർജിക്കൽ പ്രൊസീജിയറിന്റെ ഭാഗമായിട്ട് അല്ലെ ഇൻഫെക്ഷൻസ് സ്പ്രെഡ് ചെയ്തൂടെ? പ്രോപ്പർ ആയിട്ടുള്ള ഹൈജീൻ അല്ലാത്ത രീതിയിലുള്ള പ്രൊസീജിയേഴ്സ് ഒക്കെ ചെയ്തു കഴിഞ്ഞാൽ, സർജറി പ്രൊസീജിയേഴ്സ് ചെയ്തു കഴിഞ്ഞാൽ ആ ഇൻഫെക്റ്റഡ് പേഴ്സൺസിൽ നിന്ന് അല്ലെ, പേഴ്സൺസ് ആരാകാം, കൂടെ നമ്മുടെ എന്താണ് ട്രീറ്റ്മെന്റും കെയേഴ്സും തരുന്ന ഹോസ്പിറ്റൽ സ്റ്റാഫുകളാകാം, അല്ലെങ്കിൽ നമ്മുടെ കൂടെ റൂം ഷെയർ ചെയ്യുന്ന അതർ പേഷ്യൻസ് ആകാം, അല്ലെങ്കിൽ വിസിറ്റേഴ്സ് ആകാം. ഓക്കെ, അപ്പൊ നിങ്ങൾ ഒരുവിധമൊക്കെ നിങ്ങൾ പറഞ്ഞിട്ടുണ്ട്, നമുക്ക് നോക്കാം. അപ്പൊ സോഴ്സസ് ഓഫ് ഇൻഫെക്ഷൻസ് ഇൻ ദി ഹോസ്പിറ്റൽ, അതർ പേഷ്യൻസ് അല്ലെ, എന്താണ് മറ്റ് പേഷ്യൻസിൽ നിന്നും ഇൻഫെക്ഷൻസ് ബാധയേറ്റിട്ടുള്ള മറ്റ് പേഷ്യൻസിൽ നിന്നും നമുക്ക് സ്പ്രെഡ് ചെയ്യാം അല്ലെ. ഇപ്പൊ ചിലപ്പോ ഒരു ഹോസ്പിറ്റലിൽ നമ്മൾ താമസിക്കുന്നത് വാർഡിലാകാം അല്ലെ, അല്ലെങ്കിൽ ഷെയറിംഗ് റൂമിലാകാം അല്ലെ, രണ്ടുപേർക്ക് ഷെയർ ചെയ്യാൻ സാധിക്കുന്ന ഷെയറിംഗ് റൂമിലാകാം. അല്ലെങ്കിൽ നമ്മൾ ഒറ്റക്കാണ് റൂം എടുത്തതെങ്കിലും നമ്മൾ എന്ത് ചെയ്യുന്നുണ്ട്, നമുക്ക് നേരം പോകാതൊക്കെ ആവുമ്പോ മറ്റു റൂമുകളിലെ ആളുകളോട് പോയി സംസാരിക്കാറുണ്ട് അല്ലെ. കേട്ടോ, തൊട്ടടുത്ത റൂമിലുള്ള ആളുകളോട് പോയി. അപ്പൊ അങ്ങനെയൊക്കെ അതർ പേഷ്യൻസിൽ നിന്ന് അല്ലെ, മറ്റു പേഷ്യൻസിൽ നിന്ന് നമുക്ക് സ്പ്രെഡ് ചെയ്യാം. നെക്സ്റ്റ് വിസിറ്റേഴ്സ് അല്ലെ, നമ്മളെ കാണാൻ വരുന്ന അല്ലെ, പേഷ്യൻസിനെ കാണാൻ വരുന്ന വിസിറ്റേഴ്സിനൊക്കെ ഇൻഫെക്ഷൻസ് ഉണ്ടെങ്കിൽ നമുക്കത് നമ്മള് എന്താണ്, നമ്മുടെ ആ ഒരു സമയത്ത് നമ്മുടെ ട്രീറ്റ്മെന്റിന്റെ ഭാഗമൊക്കെ ആയിട്ട് നമുക്ക് ഇമ്മ്യൂണിറ്റി പവർ കുറവാണെങ്കിൽ നമ്മളിലേക്ക് പെട്ടെന്ന് തന്നെ ഇൻഫെക്ഷൻസ് സ്പ്രെഡ് ചെയ്യാം. നെക്സ്റ്റ് ഹോസ്പിറ്റൽ പേഴ്സൺ അല്ലെ, ഹോസ്പിറ്റലിലെ ഡോക്ടേഴ്സിൽ നിന്നോ നഴ്സസിൽ നിന്നോ മറ്റ് സ്റ്റാഫുകളിൽ നിന്നോ നമുക്ക് ഇൻഫെക്ഷൻസ് സ്പ്രെഡ് ചെയ്യാം. നെക്സ്റ്റ് സർജിക്കൽ പ്രൊസീജിയറിന്റെ ഭാഗമായിട്ട് അല്ലെ, എന്താണ് നമുക്ക് പ്രോപ്പർ ആയിട്ടുള്ള ഹൈജീനിക് അല്ല, വൃത്തിയില്ലാത്ത അല്ലെ, ഹൈജീനിക് അല്ലാത്ത രീതിയിൽ നമുക്ക് ആ ഒരു സർജറി ഒക്കെ ചെയ്യുന്ന സമയത്ത് നമുക്ക് ഇൻഫെക്ഷൻസ് വരാം. നെക്സ്റ്റ് എയറിൽ കൂടി അല്ലെ, വായുവിൽ കൂടി നമുക്ക് ഇൻഫെക്ഷൻസ്, എന്താണ് ഇൻഫെക്ഷൻ ബാധയേറ്റിട്ടുള്ള ഒരാള് ചുമക്കുകയോ തുമ്മുകയോ ഒക്കെ ചെയ്യുമ്പോൾ വായുവിൽ തങ്ങി നിൽക്കുന്ന അല്ലെ ഇൻഫെക്ഷൻസിൽ നിന്ന് ഇൻഫെക്ഷൻസ് വരാം. നെക്സ്റ്റ് വാട്ടർ ആൻഡ് ഫുഡ്, എന്താണ് കണ്ടാമിനേറ്റഡ് ആയിട്ടുള്ള അല്ലെ വെള്ളം കുടിക്കുക അല്ലെങ്കിൽ ആ ഒരു ഭക്ഷണം കഴിക്കുക, അതിലൂടെയൊക്കെ ഇൻഫെക്ഷൻസ് വരാം. നെക്സ്റ്റ് പേഷ്യൻസ് നോർമൽ ഫ്ലോറ അല്ലെ, എന്താണ് ഒരു പേഷ്യന്റിന്റെ സ്വന്തം ശരീരത്തിൽ തന്നെയുള്ള അല്ലെ എന്തിന്റെ ഇൻഫെക്ഷൻസ് അവർക്ക് ഒരു അവസരം കിട്ടുമ്പോൾ അവർ ഇൻഫെക്ഷൻസ് ഉണ്ടാക്കുന്നുണ്ട്. നമുക്ക് അവർക്ക് സ്യൂട്ടബിൾ ആയിട്ടുള്ള അല്ലെ, അവർക്ക് പ്രവർത്തിക്കാൻ പറ്റുന്ന ഒരു എൻവയോൺമെന്റ് കിട്ടുമ്പോൾ അവർ നമ്മളിൽ ഒരു ഇൻഫെക്ഷൻസ് ഉണ്ടാക്കുന്നുണ്ട് അല്ലെ. നെക്സ്റ്റ് പറയുന്നത് ഫോർമേറ്റ് കണ്ടാമിനേഷൻ, അതായത് ഒബ്ജക്റ്റീവ്സ്, കണ്ടാമിനേഷൻ നടന്നിട്ടുള്ള, അതായത് അണുബാധ ഏറ്റിട്ടുള്ള ഇൻഫെക്ഷൻ ബാധ ഏറ്റിട്ടുള്ള എന്തെങ്കിലും ഒബ്ജക്റ്റീവ്സിൽ നമ്മൾ ടച്ച് ചെയ്യുമ്പോൾ നമുക്ക് ഇൻഫെക്ഷൻസ് വരാലോ. ലിനൻസ് അല്ലെ, ഹോസ്പിറ്റലിലെ ക്ലോത്ത്സുകളിൽ നിന്ന് പകരാം, അല്ലെങ്കിൽ നമ്മൾ എന്താണ് സ്വിച്ചസ് അല്ലെങ്കിൽ ടോയ്ലറ്റ്സ് യൂസ് ചെയ്യുന്ന സമയത്ത് അല്ലെ, അല്ലെങ്കിൽ ഡോറിന്റെ ലോക്കുമ്പോൾ ഇൻഫെക്ഷൻ ബാധയേറ്റിട്ടുണ്ടെങ്കിൽ അവിടെ നിന്നൊക്കെ നമുക്ക് സ്പ്രെഡ് ചെയ്യാം അല്ലെ. അപ്പൊ എന്താണ് ഫോർമേറ്റ് കണ്ടാമിനേഷൻ. ഫോർമേറ്റ് എന്ന് പറഞ്ഞാൽ ഒബ്ജക്റ്റീവ്സ് ആണ്. കണ്ടാമിനേഷൻ ആയിട്ടുള്ള ഒബ്ജക്റ്റീവ്സിൽ നമ്മൾ ടച്ച് ചെയ്യുന്നതിലൂടെ എന്ത് ചെയ്യാം, നമുക്ക് ഇൻഫെക്ഷൻസ് സ്പ്രെഡ് ചെയ്യാം. നെക്സ്റ്റ് ഡിവൈസ്, ഡ്രെയിൻസ് ആൻഡ് കത്തീറ്റേഴ്സ് അല്ലെ, എക്യുപ്മെന്റുകള്, കത്തീറ്റേഴ്സ് അല്ലെ, എന്താണ് നമുക്ക് യൂറിനറി കത്തീറ്റർ ഒക്കെ ഇടാറുണ്ട് അല്ലെ, ട്യൂബുകളൊക്കെ ഇടാറുണ്ട്. അപ്പൊ അതിനൊക്കെ എന്തെങ്കിലും മലിനമായിട്ടുണ്ട്, ഇൻഫെക്ഷൻ ബാധയേറ്റിട്ടുണ്ടെങ്കിൽ ഇൻഫെക്ഷൻസ് സ്പ്രെഡ് ചെയ്യാം. ഓക്കെ, ക്വസ്റ്റ്യൻ വരുന്നതാണ് കേട്ടോ. ക്ലിയർ ആണോ? ക്വസ്റ്റ്യൻ വരുന്നതാണ് സോഴ്സസ് ഓഫ് ഇൻഫെക്ഷൻ ഇൻ ദി ഹോസ്പിറ്റൽ. നെക്സ്റ്റ് എടുക്കട്ടെ മിസ്, ക്ലിയർ അല്ലേ? നെക്സ്റ്റ്, who is at risk for nosocomial infections? Nosocomial infections കൊണ്ട് റിസ്ക് അല്ലെ,
അപകടങ്ങൾ ഉള്ളത് ആർക്കൊക്കെയാണ്? ആർക്കൊക്കെയാണ് പെട്ടെന്ന് ഈ ഒരു ഇൻഫെക്ഷൻസ് വരുന്നത്? Those who are admitted to healthcare facilities are at risk for contracting HAI. എന്താണ്? നമുക്ക് ഹോസ്പിറ്റലിൽ പ്രവേശിക്കപ്പെടുന്നവർക്ക് അഡ്മിറ്റ് ആക്കുന്ന ആളുകൾ, ആ ഒരു ഹെൽത്ത് കെയർ ഫെസിലിറ്റീസിൽ അഡ്മിറ്റ് ആക്കുന്ന ആളുകൾക്ക് ഈ ഒരു HAI ഹോസ്പിറ്റൽ അക്വയർഡ് ഇൻഫെക്ഷൻസ് ബാധിക്കാനുള്ള സാധ്യതയുണ്ട് അല്ലെ? അപകടം ഉണ്ടാകാനുള്ള സാധ്യതയുണ്ട്. For some bacteria, the risk may also depend on എന്താണ്? നമുക്ക് ബാക്ടീരിയ മൂലം അല്ലെങ്കിൽ ഒരു വൈറസ് മൂലം നമുക്ക് വരാനുള്ള അല്ലെ ആരൊക്കെയാണെന്ന് നോക്കിയേ. റിസ്കുകൾ വരാനുള്ളവർ ആരൊക്കെയാണ്? പേഷ്യന്റ്, ഹോസ്പിറ്റൽ റൂംമേറ്റ്സ് അല്ലെ, നമ്മുടെ കൂടെ ആ ഒരു റൂമില് ഷെയർ ചെയ്യുന്ന ആൾക്ക് അല്ലെ, ഹോസ്പിറ്റലില് നമ്മുടെ കൂടെ നിൽക്കുന്ന ബൈസ്റ്റാൻഡേഴ്സിനാകാം അല്ലെ, ബൈസ്റ്റാൻഡേഴ്സിന് വരാലോ രോഗിയിൽ നിന്ന്, അല്ലെങ്കിൽ ബൈസ്റ്റാൻഡേഴ്സിന് ഉണ്ടെങ്കിൽ രോഗിക്ക് വരാം, അല്ലെങ്കിൽ നമ്മുടെ ഒപ്പം റൂം ഷെയർ ചെയ്യുന്ന മറ്റു പേഷ്യന്റ് ഉണ്ടെങ്കിൽ അവർക്ക് വരാലോ. ചില ഹോസ്പിറ്റലിൽ എന്താണ് ഒരു റൂമിൽ രണ്ടാളെ താമസിപ്പിക്കുന്നുണ്ട് അല്ലെ, അപ്പൊ അതിനൊരാൾക്ക് ഇൻഫെക്ഷൻ വന്നിട്ടുണ്ടെങ്കിൽ മറ്റാൾക്കും വരാലോ. അല്ലെങ്കിൽ വാർഡിൽ എങ്ങനെയാണ്? ഒന്നോ രണ്ടോ പേഷ്യന്റ് ആണോ? അല്ല. അപ്പൊ പേഷ്യൻസ് ഹോസ്പിറ്റൽ റൂംമേറ്റ്സ്, ഹോസ്പിറ്റലില് ആ ഒരു പേഷ്യന്റിന്റെ റൂം ഷെയർ ചെയ്യുന്നവർക്ക് അല്ലെ. നെക്സ്റ്റ് പറയുന്നത് ഏജ്, particularly if patient is more than 70 years old അല്ലെ. എന്താണ് ഏജ്? അതിനൊരു ഘടകമാണെന്ന് അല്ലെ. ഏജ് കൂടി നമ്മൾ പറയാറുണ്ട് കുഞ്ഞു കുട്ടികൾക്ക് അല്ലെ, ചെറിയ കുട്ടികൾക്കും പ്രായമായവർക്കും അല്ലെ ഇൻഫെക്ഷൻസ് പെട്ടെന്ന് സ്പ്രെഡ് ചെയ്യുന്ന പറയാറില്ലേ? നമ്മുടെ വീട്ടിലൊക്കെ ഉണ്ടെങ്കിൽ നമുക്ക് പെട്ടെന്ന് അറിയാം അല്ലെ. നമുക്ക് എന്തെങ്കിലും ഒരു പനി ആയിട്ട് വന്നിട്ടുണ്ടെങ്കിൽ പിറ്റേന്ന് നമ്മുടെ മക്കൾക്ക് വന്നിട്ടുണ്ട്, കുഞ്ഞു കുട്ടികൾ ഉണ്ടെങ്കിൽ അല്ലെ, ഫീഡ് ചെയ്യുന്ന പാലുടിക്കുന്നവരൊക്കെ ഉണ്ടെങ്കിൽ അവർക്ക് വന്നിട്ടുണ്ടായിരിക്കാം, അല്ലെങ്കിൽ പ്രായമായവരുണ്ടെങ്കിൽ അവർക്കും വന്നിട്ടുണ്ടായിരിക്കാം ആ ഒരു പനിയൊക്കെ അല്ലെ. അപ്പൊ എന്താണ്? ഈച്ച് അതിനൊരു ഘടകമാണ്. പ്രത്യേകിച്ച് 70 വയസ്സിൽ കൂടുതലുള്ള പേഷ്യൻസ് ഉണ്ടെങ്കിൽ അവർക്ക് കൂടുതൽ വരാനുള്ള സാധ്യതയുണ്ട്. ഓക്കെയാണോ? നെക്സ്റ്റ് പറയുന്നത് ഹൗ ലോങ് പുട്ടിൻ ഹാസ് ബീൻ യൂസിങ് ആന്റിബയോട്ടിക്സ്. ആ ഒരു പേഷ്യന്റ് എത്ര നാള് ആന്റിബയോട്ടിക്സുകൾ ഉപയോഗിക്കുന്നുണ്ട്. ഇപ്പൊ നമ്മളാണെങ്കിലും നമ്മുടെ കുട്ടികളെ ഹോസ്പിറ്റലിൽ കൊണ്ടുപോയിട്ടുണ്ടെങ്കിൽ ആന്റിബയോട്ടിക്സ് തന്നു, അത് കഴിഞ്ഞ ആ ഒരു കോഴ്സ് കഴിഞ്ഞ് കഴിഞ്ഞാൽ പിന്നെ കൊടുക്കാൻ പറഞ്ഞാൽ നമുക്ക് അത് ഇഷ്ടാവോ? നമുക്കത് അക്സെപ്റ്റ് ചെയ്യാൻ ബുദ്ധിമുട്ടായിരിക്കും അല്ലെ. അല്ല അല്ലെ, അക്സെപ്റ്റ് ചെയ്യാൻ ബുദ്ധിമുട്ടായിരിക്കും. കുറെ ദിവസത്തേക്ക് ആന്റിബയോട്ടിക്സ് കൊടുക്കാന്ന് പറഞ്ഞാൽ അവർ ഇമ്മ്യൂണിറ്റി പവറിനെ ബാധിക്കുന്നുണ്ട് അല്ലെ. അപ്പൊ കൂടുതൽ നാള് അവര് ആ ഒരു ആന്റിബയോട്ടിക്സ് എത്ര നാൾ ഉപയോഗിക്കുന്നു അല്ലെ. അങ്ങനെ അവർ ഒരുപാട് നാൾ ഉപയോഗിച്ചിട്ടുണ്ടെങ്കിൽ എന്താണ്? അവർക്ക് ഇമ്മ്യൂണിറ്റി പവർ കുറയും, അപ്പൊ അവർക്കും ഇൻഫെക്ഷൻസ് വരാൻ സാധ്യത കൂടുതലാണ്. നെക്സ്റ്റ് പറയുന്നത് whether the patient has a urinary catheter or not. ആ ഒരു പേഷ്യന്റിൽ ആ യൂറിനറി കത്തീറ്റർ ഇട്ടിട്ടുണ്ടെങ്കിൽ അല്ലെങ്കിൽ ഉപയോഗിച്ചിട്ടില്ലെങ്കിൽ അപ്പൊ അവർക്ക് എന്താണ്? ഇൻഫെക്ഷൻസ് വരാം. ഓക്കെ, യൂറിനറി ട്രാക്ട് ഇൻഫെക്ഷൻസ് വരാം. നെക്സ്റ്റ് പറയുന്നത് lengthy ICU stays. എന്താണ്? ഒരു പേഷ്യന്റിനെ കുറെ നാൾ, കുറച്ചു ദിവസം കൂടുതലായിട്ട് ICUവിൽ താമസിപ്പിച്ചിട്ടുണ്ടെങ്കിൽ അല്ലെ. അപ്പൊ ICUവിൽ താമസിപ്പിക്കാന്ന് പറഞ്ഞാൽ എന്താണ്? ഇന്റൻസീവ് കെയർ യൂണിറ്റില തുടങ്ങിയോ ചാപ്റ്റർ? ICU തുടങ്ങിയോ? തുടങ്ങി അല്ലേ. അപ്പൊ എന്താണ് ഇന്റൻസീവ് കെയർ യൂണിറ്റ് എന്ന് പറഞ്ഞാല്? കഴിഞ്ഞു. ഓക്കെ, ഇന്റൻസീവ് കെയർ യൂണിറ്റ് എന്ന് പറഞ്ഞാല് പേഷ്യൻസിന് കൂടുതലായിട്ടുള്ള പരിചരണം കൊടുക്കുകയാണ് അല്ലെ, കൂടുതൽ ട്രീറ്റ്മെന്റ് കൊടുക്കുകയാണ്. അവരെ മറ്റുള്ളവരിൽ നിന്ന് ഒറ്റയ്ക്കാണല്ലേ താമസിപ്പിക്കുന്നത്, നിയന്ത്രണങ്ങളൊക്കെ ഏർപ്പെടുത്തി. അപ്പൊ പെട്ടെന്ന് എന്താണ്? അവർക്ക് ഇമ്മ്യൂണിറ്റി പവർ ഒക്കെ കുറവായിരിക്കും. അപ്പൊ അവര് പെട്ടെന്ന് എന്താണ്? ഇൻഫെക്ഷൻസ് വരാൻ സാധ്യതയുണ്ട്. ഓക്കെ, പിന്നെ പേഷ്യന്റ് ഹാസ് ബീൻ ഇൻ കോമ. നമ്മുടെ പേഷ്യൻസ് കോമ സ്റ്റേജിലാണെങ്കിൽ അവർക്ക് ഇൻഫെക്ഷൻസ് വരാൻ സാധ്യതയുണ്ട് അല്ലെ. നമ്മുടെ ബ്രെയിനിന് ഇഞ്ചുറി ഒക്കെ, ഹെഡ് ഇഞ്ചുറി, ബ്രെയിനിന് ഇഞ്ചുറി ഒക്കെ പറ്റി അവർ കോമ സ്റ്റേജിലാണ് എങ്കിൽ അവർക്ക് ഇൻഫെക്ഷൻസ് വരാൻ സാധ്യത കൂടുതലാണ്. നെക്സ്റ്റ് എനി ട്രോമ, എന്തെങ്കിലും ആഘാതങ്ങൾ സംഭവിച്ചിട്ടുണ്ടെങ്കിൽ അപ്പൊ ആ സമയത്ത് അവർ കൂടുതലായിട്ട് മെഡിസിനുകളും ഒക്കെ ഉപയോഗിക്കുന്നവരായിരിക്കും അല്ലെ. കൂടുതലായിട്ട് മെഡിസിനുകള്, ആന്റിബയോട്ടിക്സുകള്, അവരെ നമ്മുടെ ബോഡി ഭയങ്കര വീക്ക് ആയിരിക്കും അല്ലെ.
അപ്പൊ ആ ഒരു സിറ്റുവേഷനിൽ അവർക്ക് ഇൻഫെക്ഷൻസ് വരാൻ സാധ്യത കൂടുതലായിരിക്കും. നെക്സ്റ്റ് ത്രെട്ടൻഡ് ഇമ്മ്യൂൺ സിസ്റ്റം, നമ്മുടെ രോഗപ്രതിരോധ ശേഷി ഇല്ലാത്ത ആളുകൾക്ക് അല്ലെ, ഭീഷണി നേരിടുന്ന ആളുകൾക്ക് എന്താണ് ഇൻഫെക്ഷൻസ് പെട്ടെന്ന് സ്പ്രെഡ് ചെയ്യാലോ. അതല്ല, ഇമ്മ്യൂണിറ്റി പവർ കൂടുതലുള്ള ആളുകൾക്കും പെട്ടെന്ന് ഇൻഫെക്ഷൻസ് വരാൻ സാധ്യത കൂടുതലാണ്. ഓക്കെ, അപ്പൊ അങ്ങനെ ഇമ്മ്യൂണിറ്റി സിസ്റ്റത്തിന് എന്തെങ്കിലും ഭീഷണികൾ ഉള്ളവർക്ക് എന്താണ് ഈ ഒരു ഇൻഫെക്ഷൻസ് വരാൻ സാധ്യത കൂടുതലാണ്. ഓക്കെ അല്ലേ? ക്വസ്റ്റ്യൻ വരുന്നതാണ് കേട്ടോ, അടയാളപ്പെടുത്താം. ക്വസ്റ്റ്യൻ വരുന്നതാണ്. നെക്സ്റ്റ്, മോഡ് ഓഫ് ട്രാൻസ്മിഷൻ. നമ്മൾക്ക് ആ ഒരു ഇൻഫെക്ഷൻസ് പകരുന്ന രീതികൾ ഏതൊക്കെയാണ്? നമുക്ക് എങ്ങനെയൊക്കെ ഇൻഫെക്ഷൻസ് സ്പ്രെഡ് ചെയ്യാം? ടച്ചിലൂടെ അല്ലെ, എന്താണ് കോണ്ടാക്ട് ട്രാൻസ്മിഷൻ നടക്കാം അല്ലെ, ഫിസിക്കൽ കോണ്ടാക്ട്. അതർ പേഷ്യൻസ് അത് ഇൻഡയറക്റ്റ് വേ ആയിരിക്കും അല്ലെ, കോണ്ടാക്റ്റിലൂടെ നമുക്ക് ഇൻഫെക്ഷൻസ് സ്പ്രെഡ് ചെയ്യാം. അത് രണ്ട് രീതിയിലുണ്ട് അല്ലെ. ഇൻസെക്ട്സിലൂടെ അല്ലെ വെക്ടർ ബോൺ ട്രാൻസ്മിഷൻ നടക്കാം. നമുക്ക് കൊറോണ വന്ന സമയത്ത് എന്താണ് ആളുകളെ ക്വാറന്റൈനിൽ താമസിപ്പിച്ചു അല്ലെ, റൂട്ട് മാപ്പ് ഒക്കെ തയ്യാറാക്കി ക്വാറന്റൈനിലൊക്കെ താമസിപ്പിച്ചോ? ഓർമ്മയുണ്ടോ അതൊക്കെ? അതെന്താണ് അവരോട് സമ്പർക്കം പുലർത്താൻ അല്ലെ, എന്താണ് കോണ്ടാക്ട് ഉണ്ടാവാൻ സാധ്യതയുള്ള ആളുകൾ അവരെന്ത് ചെയ്ത് അവർക്ക് ഇൻഫെക്ഷൻസ് വരാൻ സാധ്യതയുണ്ട് അല്ലെ, അപ്പൊ അവരെന്ത് ചെയ്ത് ക്വാറന്റൈൻ ചെയ്ത് താമസിപ്പിച്ചു. അപ്പൊ കോണ്ടാക്റ്റിലൂടെ അല്ലെ, അതെന്താവാം, ഡയറക്റ്റ് കോണ്ടാക്റ്റിലൂടെ ആവാം, ഇൻഡയറക്റ്റ് കോണ്ടാക്റ്റിലൂടെയും നമുക്ക് ട്രാൻസ്മിഷൻ നടത്താം. പിന്നെ എന്താണ് ഡ്രോപ്ലെറ്റ് ട്രാൻസ്മിഷൻ അല്ലെ, തുള്ളികളിലൂടെ അല്ലെ. ഇപ്പൊ നമ്മുടെ മുമ്പിൽ നിന്ന് ഒരാൾ ചുമക്കുകയാണ് അല്ലെങ്കിൽ തുമ്മാണ്, അപ്പൊ അവര് ചുമക്കിയ തുമ്മുകൾ ചെയ്യുമ്പോൾ അവർ ആ ഒരു തുള്ളികള് നമ്മുടെ ശരീരത്തിൽ തെറിച്ചു കഴിഞ്ഞാൽ നമുക്ക് ഇൻഫെക്ഷൻസ് വരാലോ. ഇപ്പൊ പറയാറുണ്ട് അല്ലെ, എന്താണ് കഫ് ഇറ്റിക്വിറ്റീസ് പാലിക്കാന്ന്. കണ്ണ് ചുവപ്പ് അല്ലെ, എന്താണ് ചെങ്കണ്ണ് അല്ലെ. ഡ്രോപ്ലെറ്റ് അപ്പൊ തുള്ളികളിലൂടെ അല്ലെ. ഇപ്പൊ നമ്മ പറയാറുണ്ട് അല്ലെ, നമ്മ കുട്ടികൾക്ക് നമ്മുടെ മക്കൾക്കൊക്കെ പറഞ്ഞു കൊടുക്കാറുണ്ട് അല്ലെ, ചുമക്കുക തുമ്മുക ചെയ്യുമ്പോഴെന്താണ് മൂക്കും വായും പൊത്തിപ്പിടിച്ച് ചുമക്കാനൊക്കെ പറയാറില്ലേ. എന്താണ് ആ സമയത്തുള്ള മര്യാദയാണ് അല്ലെ. അപ്പൊ അങ്ങനെയുള്ള ഡ്രോപ്ലെറ്റിലൂടെ ട്രാൻസ്മിഷൻ നടക്കാം. പിന്നെ എന്താണ് എയർബോൺ ട്രാൻസ്മിഷൻ അല്ലെ, ഇങ്ങനെ തുമ്മുകയോ ചുമക്കുകയോ ഒക്കെ ചെയ്യുമ്പോഴെന്താണ് അന്തരീക്ഷത്തില് അല്ലെ നമ്മുടെ വായുവില ഈ ഇൻഫെക്ഷൻസ് നിൽക്കോ, തങ്ങി നിൽക്കോ കുറച്ചു നേരത്തേക്ക്. അപ്പൊ അത് മറ്റുള്ളവരിലേക്ക് സ്പ്രെഡ് ചെയ്യാം. അപ്പൊ എയർബോൺ ട്രാൻസ്മിഷൻ. പിന്നെ എന്താണ് നമുക്ക് മറ്റേ വെക്ടർ ബോൺസ് അല്ലെ, അതായത് മറ്റ് ഇൻസെക്ട്സുകളിൽ നിന്ന് നമുക്ക് ഇൻഫെക്ഷൻസ് സ്പ്രെഡ് ചെയ്യാലോ ഫുഡിലൂടെ. എന്താണ് വെക്ടർ ബോൺ ട്രാൻസ്മിഷൻ നടത്താം അല്ലെ, ഫ്ലൈസിലൂടെ, റാറ്റിലൂടെ, മോസ്കിറ്റോസിലൂടെ ഒക്കെ ഇൻഫെക്ഷൻസ് വരുന്നില്ലേ. അപ്പൊ റാബിസ് അല്ലെ, ഇപ്പൊ എന്താണ് വെക്ടർ ബോൺ ട്രാൻസ്മിഷൻ. നെക്സ്റ്റ് എന്താണ് കോമൺ വെഹിക്കിൾ ട്രാൻസ്മിഷൻ. മറ്റ് ഏജന്റുമാര് മറ്റ് ഒബ്ജക്റ്റീവ്സുകൾ വഴി നമുക്ക് സ്പ്രെഡ് ചെയ്യാറുണ്ട് അല്ലെ. ഈ ഒരു ഇൻഫെക്ഷൻ ബാധ ഏറ്റിട്ടുള്ള ഒരാൾ എന്തെങ്കിലും ടച്ച് ചെയ്യാണ്, അല്ലെങ്കിൽ അവർ ഉപയോഗിച്ച ഭക്ഷണത്തിന്റെ ബാക്കി കഴിക്കുക അല്ലെ, അല്ലെങ്കിൽ കണ്ടാമിനേറ്റഡ് ആയിട്ടുള്ള ഫുഡ് അല്ലെങ്കിൽ മരുന്നുകളിലൂടെയൊക്കെ നമുക്ക് സ്പ്രെഡ് ചെയ്യാലോ. ഡിവൈസസുകൾ എക്യുപ്മെന്റുകളൊക്കെ ഉപയോഗിക്കുമ്പോൾ സ്പ്രെഡ് ചെയ്യില്ലേ. അപ്പൊ കോമൺ വെഹിക്കിൾ ട്രാൻസ്മിഷൻ നോക്കാം നമുക്ക്. മോഡ് ഓഫ് ട്രാൻസ്മിഷൻ അല്ലെ, നമ്മുടെ അന്യപിത്തം ഒക്കെ സ്പ്രെഡ് ചെയ്യുന്നതാണ് അല്ലെ. അപ്പൊ നോക്കിയേ, കോണ്ടാക്ട് ഓർ ഹാൻഡ് മോഡ് ഓഫ് ട്രാൻസ്മിഷൻ, നമ്മുടെ ഇൻഫെക്ഷൻസ് പകരുന്ന രീതികൾ. ഫസ്റ്റ് പറയുന്നത് കോണ്ടാക്ട് ഓർ ഹാൻഡ് ബോൺ. മോസ്റ്റ് കോമൺ ട്രാൻസ്മിഷൻ മെത്തേഡ് എന്ന് പറയുന്നത് കോണ്ടാക്ട് ഓർ ഹാൻഡ് ബോൺ മെത്തേഡ് ആണ് കേട്ടോ. എന്താണ് നേരിട്ടുള്ള റിലേഷനിലൂടെ, ആ ഒരു ബന്ധത്തിലൂടെ, അതല്ലെങ്കിൽ കൈവഴി വഴി അല്ലെ അവരിൽ നിന്ന് നമ്മളിലേക്ക് സ്പ്രെഡ് ചെയ്യാം.
Contact transmission is divided into two subgroups. നമ്മുടെ contact transmission നമ്മൾ രണ്ട് സബ്ഗ്രൂപ്പുകളായി ഡിവൈഡ് ചെയ്യുന്നുണ്ട്. അതിൽ ഫസ്റ്റ് പറയുന്നത് ഡയറക്റ്റ് കോണ്ടാക്ട് ട്രാൻസ്മിഷൻ, നേരിട്ടുള്ള സമ്പർക്കത്തിലൂടെ നടക്കുന്ന ആ ഒരു ട്രാൻസ്മിഷൻ. ദിസ് കൺസിസ്റ്റ് ഓഫ് എ ഡയറക്റ്റ് സർഫസ് ടു ബോഡി സർഫസ് കോണ്ടാക്ട് ആൻഡ് ഫിസിക്കൽ ഷിഫ്റ്റിംഗ് ഓഫ് മൈക്രോ ഓർഗാനിസംസ് ബിറ്റ്വീൻ എ ഹോസ്റ്റ് ആൻഡ് an infected or colonized, such as when a person turns, a patient gives a bath or does other patient care jobs that need direct personal contact. എന്താണ് ഈ ഒരു ട്രാൻസ്മിഷൻ നടത്തുന്നത്? ആ ഒരു പേഷ്യന്റുമായിട്ട്, ആ ഒരു ഇൻഫെക്ഷൻ ബാധ ഏറ്റിട്ടുള്ള ആ ഒരു പേഷ്യന്റുമായിട്ട് നമ്മൾ നേരിട്ട് ബോഡി സർഫസിൽ ടച്ച് ചെയ്യുന്നതിലൂടെയാണ് അല്ലെ ഡയറക്റ്റ് കോണ്ടാക്ട് ട്രാൻസ്മിഷൻ നടത്തുന്നത്. ആ ഒരു ഇൻഫെക്ഷൻ ബാധ ഏറ്റിട്ടുള്ള പേഷ്യൻസിനെ അവർക്ക് എന്താണ്, അവരെ കട്ടിലിൽ കിടക്കുമ്പോ അവരെ ചെരിച്ചു കിടത്താനോ അവരെ നിവർത്തി കിടത്താനോ അല്ലെങ്കിൽ അവരെ ചാരി ഇരുത്താനോ സഹായിക്കുക, അല്ലെങ്കിൽ അവരെ ബാത്തിങ്ങിനെ കുളിപ്പിക്കാൻ സഹായിക്കുക, അവർക്ക് ടോയ്ലറ്റ് യൂസ് ചെയ്യാൻ സഹായിക്കുക, അവർക്ക് ഭക്ഷണം വാരി കൊടുക്കുക, അല്ലെങ്കിൽ അവർക്ക് മെഡിക്കേഷൻസ് എടുത്തു കൊടുക്കുക അല്ലെ. അപ്പൊ അങ്ങനെയുള്ള പേഷ്യന്റ് കെയർ ജോബ്സുകളൊക്കെ ചെയ്യുന്ന സമയത്ത് ആ ഇൻഫെക്റ്റഡ് അല്ലെങ്കിൽ കോളനൈസ്ഡ്, ആ ഇൻഫെക്ഷൻ ബാധ ഏറ്റിട്ടുള്ള ആ ഒരു പേഴ്സണിൽ നിന്ന് ഹോസ്റ്റിലേക്ക്, ഹോസ്റ്റ് എന്ന് പറഞ്ഞാല് രണ്ടാമത് വരാൻ സാധ്യതയുള്ള ആള്, ആ ഒരു ഹോസ്റ്റിലേക്ക് ഇൻഫെക്ഷൻസ് സ്പ്രെഡ് ചെയ്യുന്നു. ഓക്കെയാണോ? ആ ഒരു ഇൻഫെക്ഷൻ ബാധ ഏറ്റിട്ടുള്ള ആ ഒരു പേഷ്യന്റിനുമായിട്ട് നമ്മൾ നേരിട്ട് ഇടപഴകുന്നതിലൂടെ അല്ലെ എന്താണ്, അവര് കട്ടിലിൽ ചെരിച്ചു കിടത്താൻ അല്ലെങ്കിൽ നിവർത്തി കിടത്താൻ അല്ലെങ്കിൽ അവരെ എണീപ്പിച്ചിരുത്താൻ അല്ലെ എന്താണ്, ചില സിറ്റുവേഷനിൽ നമുക്ക് അതൊക്കെ ചെയ്തു കൊടുക്കേണ്ടി വരും അല്ലെ. അവർ ഭയങ്കര വീക്കൊക്കെ ആണെങ്കിൽ ഭക്ഷണം വാരി കൊടുക്കേണ്ടി വരും, അവരെ ടോയ്ലറ്റ് യൂസ് ചെയ്യാൻ നമുക്ക് കൊണ്ടുപോകേണ്ടി വരും അല്ലെ, അവരെ കുളിപ്പിച്ചു കൊടുക്കേണ്ടി വരും. ആണോ? അപ്പൊ അത്തരം സിറ്റുവേഷനില് എന്താണ്, ഇൻഫെക്ഷൻ ബാധ ഏറ്റിട്ടുള്ള ഇൻഫെക്റ്റഡ് ഓർ കോളനൈസ്ഡ് ഏറ്റിട്ടുള്ള ആ ഒരു ആളെ നിന്ന് ഹോസ്റ്റിലേക്ക്, അതായത് ആ ഒരു പ്രവർത്തനങ്ങളിൽ അവരെ സഹായിക്കുന്ന ആൾ, രണ്ടാമത് വരാൻ പോകുന്ന ഇൻഫെക്ഷൻ ബാധ ഏൽക്കാൻ പോകുന്ന ആ ഒരു ആളെയാണ് ഹോസ്റ്റ് എന്ന് പറയുന്നത്. അപ്പൊ ആ ഒരു വ്യക്തിയിലേക്ക് ഇൻഫെക്ഷൻസ് നേരിട്ട് ആളുടെ ശരീരത്തിൽ, ഇൻഫെക്ഷൻ ബാധ ഏറ്റിട്ടുള്ള ആളുടെ ശരീരത്തിൽ നിന്ന് ഹോസ്റ്റിലേക്ക് പ്രവേശിക്കുന്നു. ഓക്കെയാണോ? നെക്സ്റ്റ് എടുക്കട്ടെ മിസ്. ഇൻഡയറക്റ്റ് കോണ്ടാക്ട് ട്രാൻസ്മിഷൻ, ഇൻഡയറക്റ്റിലൂടെ this consists of contact a susceptible host with a tainted intermediate object like contaminated instruments, needles or dressing or tainted gloves that are not changed between patients, tainted surface by needle, dried blood that transmit hepatitis B or C. എന്ന് വെച്ചാല് എന്താണ്, ആ ഒരു ഇൻഫെക്ഷൻ ബാധ ഏറ്റിട്ടുള്ള ആളിൽ ഉപയോഗിച്ച സാധനങ്ങൾ അല്ലെ, നീഡിലാവാം, എക്യുപ്മെന്റ് ആകാം, അല്ലെങ്കിൽ ആ ഇൻഫെക്ഷൻ ബാധ ഏറ്റിട്ടുള്ള ആളുകൾ ടച്ച് ചെയ്ത് ആ ഒരു സർഫസിൽ തൊടുന്നത് മൂലമാകാം അല്ലെ നമ്മളിലേക്ക്, നമ്മുടെ ആതിഥേയന്റെ ശരീരത്തിലേക്ക് ഇൻഫെക്ഷൻസ് ബാധിക്കുന്നത്. ഓക്കെ, ഹെപ്പറ്റൈറ്റിസ് ബി ഓർ സി. എന്താ ഹെപ്പറ്റൈറ്റിസ് എ ബി സി ഡി അല്ലെ. ഹെപ്പറ്റൈറ്റിസ് ബിയും സിയും ബോഡി ഫ്ലൂയിഡിൽ നിന്ന് പകരുന്ന ലിവർ ഇൻഫെക്ഷൻസ് ആണ് ഹെപ്പറ്റൈറ്റിസ് ബിയും സി. ലിവർ ഇൻഫെക്ഷൻ ആണ് ഹെപ്പറ്റൈറ്റിസ് ബിയും സിയും. അപ്പൊ നമ്മുടെ ഈ ഒരു ഇൻഫെക്ഷൻ ബാധ ഏറ്റിട്ടുള്ള ഒരാളുടെ ബ്ലഡിലോ അല്ലെങ്കിൽ അതർ ബോഡി ഫ്ലൂയിഡ്സിലൊക്കെ നമ്മൾ ടച്ച് ചെയ്യുന്നതിലൂടെ, അല്ലെങ്കിൽ അവർക്ക് എന്തെങ്കിലും ടെസ്റ്റുകളൊക്കെ എടുക്കുന്ന സമയത്ത് അവരുടെ ആ ഒരു ടെസ്റ്റിന്റെ സമയത്ത് ബ്ലഡ് എങ്ങാനും ആ ഒരു സർഫസിൽ വീണു പോയിട്ട് നമ്മൾ അതിൽ ടച്ച് ചെയ്യുമ്പോഴോ അങ്ങനെ ഏതെങ്കിലും ഒരു രീതിയിൽ അങ്ങനെ ഒരു സമ്പർക്കം ഉണ്ടായിട്ടുണ്ടെങ്കിൽ എന്താണ്, നമുക്ക് ഇൻഫെക്ഷൻസ് സ്പ്രെഡ് ചെയ്യാം. ഓക്കെ, നമ്മൾ ആ രോഗിനെ നേരിട്ട് ടച്ച് ചെയ്യുന്നില്ല അല്ലെ, ഇൻഡയറക്റ്റ് രീതിയിലാണ് അല്ലെ ടച്ച് ചെയ്യുന്നത് അല്ലെ. നേരിട്ട് ടച്ച് ചെയ്യുന്നുണ്ടോ? പോയി ബോഡിയിലും തൊടുന്നുണ്ടോ? ഇല്ല അല്ലെ. ആ രോഗി ഉപയോഗിച്ച സാധനങ്ങൾ എന്താണ്, നീഡിലാവാം, ഇൻസ്ട്രുമെന്റ്സ് ആകാം, അല്ലെങ്കിൽ അവർ ഉപയോഗിച്ച ഡ്രസ്സുകളാകാം അല്ലെ,
അല്ലെങ്കിൽ അവരിൽ ഉപയോഗിച്ച ഗ്ലൗസുകൾ അല്ലെ, ഒരു ഡോക്ടർ ആ ഒരു ഇൻഫെക്ഷൻ ബാധയേറ്റിട്ടുള്ള ഒരാളെ നോക്കുന്ന സമയത്ത് അല്ലെ, ചെക്കപ്പ് ചെയ്യുന്ന സമയത്ത് അവരുപയോഗിച്ച ആ ഗ്ലൗസുകൾ ഇട്ടുകൊണ്ട് തന്നെ വേറൊരാളെ നോക്കുമ്പോൾ അവർക്ക് സ്പ്രെഡ് ചെയ്യാലോ. എന്താണ് പറഞ്ഞോ അപ്പോൾ അവർക്ക് സ്പ്രെഡ് ചെയ്യാം അല്ലെ. നേരിട്ട് ടച്ച് ചെയ്തിട്ടാണ് അങ്ങനെ വരുന്നത് അല്ല അല്ലെ, ഇൻഡയറക്റ്റ് രീതിയിലാണ് അല്ലെ. അപ്പൊ അങ്ങനെ എന്താണ്, ഇൻഡയറക്റ്റ് കോണ്ടാക്റ്റിലൂടെയും ഒരു പേഷ്യന്റിന്റെ ശരീരത്തിൽ നിന്ന് ഇൻഫെക്ഷൻസ് സ്പ്രെഡ് ചെയ്യാം. ഓക്കെ ആണോ? ഓക്കെ ആണോ? അപർണ എന്താ ചെയ്യും? ക്ലിയർ അല്ലേ? വായിച്ചു നോക്കണോ? ക്ലിയർ ആണ്. ഓക്കെ, നെക്സ്റ്റ് എടുക്കട്ടെ മിസ്. ഡ്രോപ്ലെറ്റ് ട്രാൻസ്മിഷൻ എടുത്തോട്ടെ മിസ്. വായിച്ചു നോക്കണ്ടല്ലോ, എടുക്കാം അല്ലേ? ഓക്കെ, next droplet transmission. Transmission happens when droplets that contain microbes from the infected person are pushed a short distance through the air and deposit of the patient body. Like Miss നേരത്തെ പറഞ്ഞ പോലെ എന്താണ്, ഒരാള് തുമ്മുക ചെയ്യുമ്പോ എന്താണ്, അവരുടെ ശരീരത്തിൽ നിന്ന് ഇൻഫെക്ഷനെ പുഷ് ചെയ്യാണ് അല്ലെ, പുറത്തേക്ക് കടത്തിവിടല്ലേ തുള്ളികളിൽ കൂടി ആണോ? ആണല്ലേ. അപ്പൊ എന്ത് ചെയ്യും, നമ്മുടെ ഒപ്പം നിൽക്കുന്ന ആളിലേക്ക് ആ തുള്ളികൾ തെറിച്ചു കഴിഞ്ഞാൽ അല്ലെ, ഒരു ഷോർട്ട് ഡിസ്റ്റൻസിൽ നിൽക്കുന്ന ഒരാളിലേക്ക് ആ തുള്ളികൾ തെറിച്ചു കഴിഞ്ഞാൽ എന്താണ്, അയാളുടെ ശരീരത്തില് എന്താണ്, ആ പേഷ്യൻസിന്റെ ബോഡിയിൽ നിന്ന് വന്ന ആ ഒരു ഇൻഫെക്ഷൻസ് ഡെപ്പോസിറ്റ് ചെയ്യോ? ചെയ്യല്ലേ. അപ്പൊ അങ്ങനെയാണ് ഡ്രോപ്ലെറ്റ് ട്രാൻസ്മിഷൻ നടക്കുന്നത്. ഓക്കെ ആണോ? ഇപ്പൊ നമുക്ക് കൊറോണയുടെ സമയത്ത് എന്താണ്, മാസ്കുകളൊക്കെ ധരിക്കാൻ പറഞ്ഞു അല്ലെ. അപ്പൊ ഇത്തരത്തിലുള്ള ആ ഒരു സ്പ്രെഡിങ് കുറയ്ക്കുന്നതിന് വേണ്ടിയിട്ടാണ് നമ്മളോട് മാസ്കുകൾ ധരിക്കാനൊക്കെ പറഞ്ഞത്. ഓക്കെ, ക്ലിയർ ആണോ? നെക്സ്റ്റ് പറയുന്നത് എന്താണ്, സോറി, it is made from coughing that droplets are generated from the source person and during the performance of certain procedures such as bronchoscopy. എന്താണ്, ഒന്നില്ലെങ്കിൽ ആ ഒരാള് കഫ് ചെയ്യുന്ന സമയത്ത് തെറിക്കുന്ന ആ ഒരു ഡ്രോപ്ലെറ്റിൽ കൂടെ ഇൻഫെക്ഷൻസ് സ്പ്രെഡ് ചെയ്യാം, അല്ലെങ്കിൽ ബ്രോങ്കോസ്കോപ്പി പോലെയുള്ള പ്രൊസീജിയേഴ്സ് അല്ലെ, നടപടിക്രമങ്ങള് ചെയ്യുന്ന സമയത്തും എന്ത് ചെയ്യാന്ന്, ഈ ഇൻഫെക്ഷൻസ് സ്പ്രെഡ് ചെയ്യാം. ഓക്കെ, ബ്രോങ്കോസ്കോപ്പി ഒക്കെ പഠിച്ചോ നിങ്ങ? ഔട്ട് പേഷ്യന്റ് ഡിപ്പാർട്ട്മെന്റിൽ ഉണ്ടായല്ലോ, പഠിച്ചോ? അപ്പൊ ആ ഒരു ബ്രോങ്കോസ്കോപ്പി, അപ്പൊ നമ്മുടെ ഉള്ളിലേക്ക് ട്യൂബ് ഇടുന്നുണ്ട് അല്ലെ, ഉണ്ടോ? ഫ്ലെക്സിബിൾ ട്യൂബ് നമ്മുടെ ശരീരത്തിലേക്ക് ഇൻസേർട്ട് ചെയ്തിട്ടാണ് അല്ലെ ആ ഒരു ബ്രോങ്കോസ്കോപ്പി ചെയ്യുന്നത്. അപ്പൊ നമ്മുടെ ശരീരത്തിലേക്ക് ഇൻസേർട്ട് ചെയ്യുന്ന സമയത്ത് അല്ലെ, നമ്മുടെ എയർവേയോ അല്ലോ ലെൻസോ എക്സാമിൻ ചെയ്യാനാണ് അല്ലെ. അപ്പൊ ആ ഒരു സമയത്ത് എന്താണ്, ഉള്ളിലേക്ക് കയറ്റി വിടുന്ന സമയത്ത് അതുമ്പോ ഡ്രോപ്ലെറ്റുകൾ ആവാറുണ്ടോ? ആവാൻ സാധ്യതയുണ്ട് അല്ലെ. ആ ഒരു തുള്ളികളിൽ കൂടെയും എന്ത് പകരാവുന്ന ഇൻഫെക്ഷൻസ് സ്പ്രെഡ് ചെയ്യാം. ഓക്കെ, ഓക്കെ ആണോ? അത് നെക്സ്റ്റ് എടുക്കട്ടെ മിസ്. എയർബോൺ ട്രാൻസ്മിഷൻ എടുക്കാലോ. എയർബോണും ഇതേപോലെ തന്നെയാണ് കേട്ടോ, ഡ്രോപ്ലെറ്റ് ട്രാൻസ്മിഷൻ പോലെ തന്നെയാണ് airborne transmission. Dissemination can be either airborne droplet, nuclei, a small particle residue of droplet that contain microorganisms which remain suspended in the air for a long period of time, or dust particles that contain the infections agent.
നമുക്ക് ആ ഒരു ഡിസമിനേഷൻ എന്ന് പറഞ്ഞാൽ വ്യാപനം അല്ലെ. നമുക്ക് ആ ഒരു എയറില് നമ്മൾ ചുമക്കുക തുമ്മുക അല്ലെങ്കിൽ ഏതെങ്കിലും ഒരു രീതിയിൽ ആ ഒരു എയറില് എന്താണ് ഇൻഫെക്ഷൻസ് വ്യാപിച്ചിട്ടുണ്ടെങ്കിൽ അതെന്ത് ചെയ്യുന്നുണ്ട്, കുറച്ച് സമയത്തേക്ക് അല്ലെ എ ലോങ് പീരീഡ് ഓഫ് ടൈമിലേക്ക് ആ ഒരു ഇൻഫെക്ഷൻസ് എവിടെ തന്നെ ഉണ്ടാവും, എയറിൽ തന്നെ ഉണ്ടാകും അല്ലെ. അല്ലെങ്കിൽ ആ ഒരു ഡസ്റ്റ് പാർട്ടിക്കിൾസിൽ പൊടിപടലങ്ങളിൽ ഉണ്ടാവും. അതെന്ത് ചെയ്യുന്നുണ്ട്, മറ്റൊരാളില് ഇൻഫെക്ഷൻസ് ഉണ്ടാക്കുന്നു. ഓക്കെ, ക്ലിയർ ആണോ? അതിൽ തന്നെ ഉള്ളത് പറഞ്ഞാല് നിങ്ങൾക്ക് ഓക്കെ ആണോ? നമ്മൾ ചുമക്കോ തുമ്മോ ഒക്കെ ചെയ്യുന്ന സമയത്ത് നമ്മുടെ ശരീരത്തിൽ നിന്ന് ഇൻഫെക്ഷൻസ് പുറത്തേക്ക് തള്ളിയിട്ട് എന്താണ് ഒരു ലോങ് പീരീഡ് ഓഫ് കുറെ സമയത്തേക്ക് അത് അന്തരീക്ഷത്തിൽ വ്യാപിച്ചു നിൽക്കും അല്ലെ. പൊടിപടലങ്ങളിലോ അല്ലെങ്കിൽ എന്താണ് വായുവില് സ്പ്രെഡ് ചെയ്തിട്ടുന്നുണ്ട്. അപ്പൊ ആ ഒരു സമയത്ത് അവിടെ ഏതെങ്കിലും വേറെ ആളുകൾ ഉണ്ടെങ്കിൽ അവരിലേക്ക് ഇൻഫെക്ഷൻസ് സ്പ്രെഡ് ചെയ്യുന്നു. നെക്സ്റ്റ് പറയുന്നത് കോമൺ വെഹിക്കിൾ ട്രാൻസ്മിഷൻ. This applies to microorganisms transmit to the host by contaminated items such as food, water, medication, devices and host. എന്താണ് ഈ ഒരു രീതിയിൽ മൈക്രോ ഓർഗാനിസംസ് ട്രാൻസ്മിഷൻ നടത്തുന്നത് പകരുന്നത് ഹോസ്റ്റിലേക്ക് പകരുന്നത് എങ്ങനെയാണ്, നമ്മുടെ ഇൻഫെക്ഷൻ ബാധയേറ്റിട്ടുള്ള അയാളുടെ എന്തെങ്കിലും ടച്ച് കൊണ്ടോ അല്ലെങ്കിൽ അയാൾ ഉപയോഗിച്ചതായിട്ട് കണ്ടാമിനേറ്റഡ് ആയിട്ടുള്ള ഇൻഫെക്ഷൻ ബാധയേറ്റിട്ടുള്ള ഫുഡ്, വാട്ടർ, മരുന്നുകൾ, അവരിൽ ഉപയോഗിച്ച ഡിവൈസസ്, എക്യുപ്മെന്റുകളൊക്കെ നമ്മുടെ ഹോസ്റ്റൽ ഉപയോഗിക്കുന്നത് മൂലോ അല്ലെങ്കിൽ ഹോസ്റ്റൽ ടച്ച് ചെയ്യുന്നതിലൂടെയാണ് നമുക്ക് എന്ത് പകരുന്നത്, കോമൺ വെഹിക്കിൾ ട്രാൻസ്മിഷൻ പകരുന്നത്. ഓക്കെയാണോ? ക്ലിയർ ആണോ എല്ലാവർക്കും? നമ്മുടെ ഇൻഫെക്ഷൻ ബാധ ഏറ്റിട്ടുള്ള ഒരാളിൽ നിന്ന് കണ്ടാമിനേറ്റഡ് ആയിട്ടുള്ള എന്നുവെച്ചാൽ എന്താണ്, ഇൻഫെക്ഷൻ ബാധ ഏറ്റിട്ടുള്ള അല്ലെ. അപ്പൊ അത്തരത്തിലുള്ള എന്താണ്, ഇപ്പൊ നമ്മുടെ കൂടെ ബൈസ്റ്റാൻഡറായി നമ്മൾ നിൽക്കുന്നുണ്ട്, നമ്മുടെ കൂടെ ഉള്ള ആൾക്ക് ഇൻഫെക്ഷൻ ബാധ ഏറ്റിട്ടുണ്ട്. അപ്പൊ ആള് കഴിച്ച ഭക്ഷണത്തിന്റെ ബാക്കി നമ്മൾ കഴിക്കാറുണ്ടോ? ചില സിറ്റുവേഷൻ നമുക്കറിയില്ല ആൾക്ക് ഇൻഫെക്ഷൻസ് ഉണ്ട് അല്ലെ. അങ്ങനെയല്ല, ചില സിറ്റുവേഷനിൽ അല്ലെ നമ്മുടെ കുട്ടികൾക്ക് പനിയൊക്കെ ഉണ്ടെങ്കിലോ കഴിക്കാറില്ലേ, നമ്മ അവർക്ക് വാരി കൊടുത്തിട്ട് ബാക്കി നമ്മ കഴിക്കാറില്ലേ? ഇല്ലേ, കഴിക്കാറില്ലാരും ഉണ്ട് അല്ലേ. അപ്പൊ അത്തരം അവരിൽ നിന്ന് മലിനമായിട്ടുള്ള ഭക്ഷണോ ഫുഡോ ഡിവൈസസോ എന്ന് പറഞ്ഞാല് ഇൻഫെക്ഷൻ ബാധയേറ്റിട്ടുള്ള ഒരാളിൽ ഉപയോഗിച്ച എക്യുപ്മെന്റുകളോ അല്ലെങ്കിൽ അതർ ഡിവൈസസ് കത്തീറ്റേഴ്സ് പോലെയുള്ള ട്യൂബുകളൊക്കെ വേറൊരു പേഷ്യൻസിൽ ഉപയോഗിക്കുമ്പോൾ അവർക്ക് ഇൻഫെക്ഷൻസ് വരാം അല്ലേ. ഓക്കെ, ക്ലിയർ ആണോ? നെക്സ്റ്റ് vector-borne transmission. Vector-borne transmission is occurs when such as mosquitoes, flies, rats and other vermin transmit microorganisms. Right? അപ്പൊ ലിവിംഗ് ഓർഗാനിസംസ് വഴി അല്ലെ, എന്താണ് മോസ്കിറ്റോസ് വഴി, കൊതുകുകൾ വഴി, ഈച്ച, ഫ്ലൈസ് അല്ലെ, പിന്നെന്താണ് എലികൾ വഴി, മറ്റു കീടങ്ങൾ വഴി എന്താണ് മൈക്രോ ഓർഗാനിസംസ് സ്പ്രെഡ് ചെയ്യുന്നു അല്ലെ. ഡെങ്കു ഫീവർ ഒക്കെ എങ്ങനെയാണ് അല്ലെ, മോസ്കിറ്റോസ് വഴിയൊക്കെയാണ് അല്ലെ. ക്ലിയർ ആണോ? ഇത്രയും ഭാഗം ക്ലിയർ ആണോ മിസ് എടുത്തത്? ഒന്ന് വായിച്ചു നോക്കിയേ, മിസ് എടുത്ത ഭാഗം ഒന്ന് വായിച്ചു നോക്കിയേ. നെക്സ്റ്റ് പോർഷൻ മിസ് തുടങ്ങിയ നമുക്ക് കംപ്ലീറ്റ് ചെയ്യാൻ പറ്റില്ല. അപ്പൊ അത് മിസ് നെക്സ്റ്റ് ക്ലാസ്സിൽ എടുക്കാം കേട്ടോ. നെക്സ്റ്റ് കുറച്ചുള്ളൂ. നെക്സ്റ്റ് സെക്ഷൻ പെട്ടെന്ന് നമുക്ക് കംപ്ലീറ്റ് ചെയ്യാം കേട്ടോ. നമ്മുടെ ഹാൻഡ് വാഷിന്റെ സ്റ്റെപ്സ് ഒക്കെയാണ് കുറച്ച്. പിന്നെ ഇൻഫെക്ഷൻ ഹോസ്പിറ്റൽ ഇൻഫെക്ഷൻ കൺട്രോൾ കമ്മിറ്റി, അതിൽ ആരൊക്കെ ഉൾപ്പെടുന്നുണ്ട് അതൊക്കെയാണ് നെക്സ്റ്റ് വരുന്നത്. പിന്നെ ഈ ഒരു ഇൻഫെക്ഷൻസ് തടയുന്നതിനുള്ള പ്രിവെന്റ് ചെയ്യുന്നതിനുള്ള മെത്തേഡുകൾ രീതികൾ എന്തൊക്കെയാണ്?
ഇൻഫെക്ഷൻസ് തടയുന്നതിന് നമ്മൾ ഉപയോഗിക്കുന്ന രീതികള് ടെക്നിക്സുകൾ എന്തൊക്കെയാണ്? കൊറോണയുടെ സമയത്ത് എന്ത് ചെയ്ത് ഗ്ലൗസ്, മാസ്ക്, PPE അല്ലേ, പേഴ്സണൽ പ്രൊട്ടക്റ്റീവ് എക്യുപ്മെന്റ് അല്ലേ, സാനിറ്റേഷൻ, മാസ്ക്, ഓക്കെ, ഹാൻഡ് വാഷ്, സ്റ്റെറിലൈസേഷൻ, ഹാൻഡ് വാഷ് അല്ലേ, റെഗുലർ ആയിട്ടുള്ള ഹാൻഡ് വാഷിംഗ്, ഐസൊലേഷൻ, ഓക്കെ, ഐസൊലേറ്റ് ചെയ്ത് താമസിപ്പിക്കാം നമ്മൾ കൊറോണയുടെ സമയത്ത് അല്ലേ. ആ സമയത്തൊക്കെയാണ് ഐസൊലേഷൻ കുറച്ചും കൂടി ഫെമിലിയർ ആയത് അല്ലേ, പ്രിവെൻഷൻ മെത്തേഡുകൾ ആണോ? ഓക്കെ, അപ്പൊ ആ ഒരു സെക്ഷൻ മിസ് നെക്സ്റ്റ് ക്ലാസ്സിൽ എടുക്കാം കേട്ടോ. ഇന്ന് മിസ് എടുത്ത ഭാഗം എല്ലാവർക്കും ഓക്കെ അല്ലേ? അപ്പൊ ഇന്നത്തെ ക്ലാസ് മിസ് വൈൻഡപ്പ് ചെയ്യാണ്. ബാക്കി മിസ് നെക്സ്റ്റ് ക്ലാസ്സിൽ എടുക്കാം കേട്ടോ. ഓക്കെ, താങ്ക് യു ഓൾ.